അസ്സലാമു അലൈക്കും. ആ ദുആ കൊണ്ട് കളിക്കുന്ന ചെറുക്കനാണ് ടി വിയിൽ മരിച്ചതായി കാണിക്കുന്ന ഫർഹാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കണ്ടോക്കെ ദുആ കൊണ്ട് കളിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള ദുആ കൊണ്ട് കുട്ടികളായാലും ദുആ കൊണ്ട് കളിപ്പിക്കാൻ പാടില്ല എന്നൊരു മെസ്സേജാണ്. കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ വരുന്നതാണ് കുട്ടികൾ. ഒരാഴ്ച കൊണ്ട് ഉത്തരം കിട്ടി. എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികൾ വരെ ദുആകൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ മദ്രസയിലാക്കാൻ വേണ്ടി ദുആ കൊണ്ട് കളിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലത്. ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തരുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാഹ് ഇതൊക്കെ തരുന്നത് നീ മുസ്ലിമാണോ, യഥാർത്ഥ മുസ്ലിമാണോ, അതോ കപട വിശ്വാസിയാണോ, നാവ് കൊണ്ട് അള്ളാഹനെ വിശ്വസിക്കുന്നവനാണോ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണോ എന്ന് അളക്കാനാണ് നബി റസൂലുള്ളാഹി. ഒന്നാമത് പറഞ്ഞ ആ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകൾ സത്യവിശ്വാസികളാണെങ്കിൽ അവർ വിജയിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുവാനൊന്നുമില്ല. ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും വലുത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക എന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഷഹീദിന്റെ പ്രതിഫലം, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവൻ ബലികഴിച്ച ഒരു വ്യക്തിയുടെ പദവിയായിരിക്കും അവർക്കുണ്ടാവുക. അള്ളാഹു എന്ന മഹാദുരന്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു എന്ന ദൈവവും ആ ദൈവത്തിൻ്റേതെന്ന് അവകാശപ്പെടുന്ന മതവും ആ ദൈവത്തിൻ്റെ മതത്തിൻ്റെ വക്താക്കളായിട്ട് അറിയപ്പെടുന്ന മതപ്രബോധകരും പ്രചാരകരും അല്ലെങ്കിൽ ആ മതത്തിൻ്റെ വക്താക്കളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നവരുമായിട്ടുള്ള ആളുകൾ ദുരന്തങ്ങളിൽ പോലും എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് എല്ലാ കാലത്തും ഓരോ ദുരന്ത സമയത്തും പലപ്പോഴും ചർച്ചയാവുന്നതാണ്. ഈ ദുരന്തത്തിൻ്റെ വേളയിലും വയനാടിലെ മഹാദുരന്തത്തിൻ്റെ സമയത്തും അത്തരം ചർച്ചകൾ ഉയർന്നു വരികയുണ്ടായി. സാധാരണഗതിയിൽ ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ മനുഷ്യരാണ് ഉള്ളത്. മനുഷ്യരെ ബാധിക്കുന്ന ഏതു ദുരന്തത്തിലും മനുഷ്യൻ ആണുള്ളത്, മനുഷ്യർ മാത്രമാണ് ഉള്ളത്. എന്നാൽ ചില മതങ്ങൾ, ഇസ്ലാം മതത്തിന് ഏതു ദുരന്തവും അവരുടെ മതത്തിൻ്റെ പ്രബോധനത്തിനോ അതിൻ്റെ മാർക്കറ്റിങ്ങിനോ ഉള്ള ടൂളാണ്. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ, അതല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് വേറെ എന്തെങ്കിലും വൈകല്യങ്ങളുള്ളവർ, അത്തരം ആളുകൾ മനുഷ്യരാവാം, മറ്റു ജീവജാലങ്ങളാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തമാവാം, അല്ലെങ്കിൽ വലിയ അപകടങ്ങളാവാം, എന്തോ ആവാം. അത്തരം വീഡിയോകളും അത്തരം ഫോട്ടോകളും ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടുകൊണ്ട് അതിനു മുകളിൽ ഏതാനും ചില ഖുർആൻ വചനങ്ങൾ എടുത്തു ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹജീവികളുടെ ദുരിതവും വേദനയും കഷ്ടപ്പാടുകളും അവർക്കുമേൽ പെയ്തിറങ്ങുന്ന ദുരിതവും കൂട്ടമരണവും വരെ ഇവർ മാർക്കറ്റിങ്ങിനുള്ള ബാനറുകളായിട്ട് അതിൻ്റെ പോസ്റ്ററുകളായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ നിരന്തരം കാണുന്ന കാഴ്ചയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇസ്ലാം മത വിമർശനമാണ് നടത്തുന്നത്. ആശയപരമായ വിമർശനം എന്ന രീതിയിൽ നമ്മൾ നടത്തുമ്പോൾ ഇത്തരം ദുരന്ത മുഖത്ത് മനുഷ്യർ അകപ്പെട്ട് കിടക്കുന്ന സമയത്ത് അതുമായി നേരിട്ട് ബന്ധമില്ലാത്തതാണെങ്കിലും നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങി മാറിയിരിക്കുന്നത് സഹജീവികളോടുള്ള ഒരു അനുകമ്പയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത്തരം വേളകളിൽ ആ ഒരു ഔചിത്യം പോലും കാണിക്കാതെ തങ്ങളുടെ സഹജീവികൾ, മതത്തിൽ തങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള മനുഷ്യരുടെ മേൽ പെയ്തിറങ്ങിയ ദുരിതം, മണ്ണിനിടയിൽ പുതഞ്ഞുപോയ മനുഷ്യ ശരീരങ്ങൾ തെരഞ്ഞുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തകർ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് അവിടെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദുരന്ത ഭൂമിയെ, ആ ദുരന്തത്തെ എങ്ങനെയാണ് ഇസ്ലാമിക പാഠമായിട്ട് മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്ന ഗവേഷണത്തിലാണ് ഇവിടെയുള്ള ദഅവാ സംഘങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. അത്തരം ഒരു ആശയത്തിലേക്ക് മനുഷ്യരെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ, ആ മതത്തിൽ അത്തരം അധ്യാപനങ്ങൾ കുത്തി നിറച്ചു കൊടുത്തിട്ടുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ, ആ ദൈവത്തോളം വലിയ ദുരന്തം മനുഷ്യർക്കിനി വരാനില്ല എന്നതാണ് ഈ സംസാരത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിവുകൾ സഹിതം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പ്രധാനമായിട്ട് രണ്ട് ഉദ്ദേശങ്ങളാണ് ഇവർക്കുള്ളത്. ഇസ്ലാമിന്, പ്രത്യേകിച്ച് ഇസ്ലാമിന് മറ്റു മതങ്ങളെ നമ്മൾ ഈ അർത്ഥത്തിൽ കാണാറില്ല. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു, ആവർത്തിക്കുന്നില്ല. സാധാരണഗതിയിൽ മറ്റു മതങ്ങൾക്കില്ലാത്ത ഒരു ആവേശം ഇത്തരം സംഭവങ്ങളിൽ ഇസ്ലാം കാണിക്കാറുണ്ട്. അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഏറ്റവും പ്രധാനമായതും ആദ്യത്തേതും, ഇസ്ലാമിന് ആത്മീയമായ ഒരു അകക്കാമ്പില്ല എന്നുള്ളതാണ്. തത്വചിന്താപരമായോ ആത്മീയത എന്ന് സാധാരണഗതിയിൽ ദൈവവിശ്വാസികൾ പറയാറുള്ള ആത്മീയമായ ഒരു 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 അകക്കാമ്പില്ലാത്ത ഒരു ദർശനമാണ്, അല്ലെങ്കിൽ ഒരു മതമാണ്. അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നേരിടുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്തമുഖത്ത് ഇവർ ഇത്രകാലം മതപ്രബോധനത്തിന് വേണ്ടിയും മതത്തിനകത്തുള്ള മനുഷ്യരിൽ നിന്ന് ഈ മതത്തിന്റെ ഭാഗമായിട്ട് അവരെ പിടിച്ചു നിർത്താനും വേണ്ടി പറഞ്ഞിരുന്ന അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടുന്ന ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നിലവിൽ ഇത്തരം ദുരന്തത്തിന് കീഴ്പ്പെട്ടവരോ അല്ലെങ്കിൽ ദുരന്തത്തിന് ഇരയായവരോ അത് കണ്ടു നിൽക്കുന്ന സാമാന്യ ബോധമുള്ള മനുഷ്യരോ ഈ മതത്തിന്റെ അവകാശവാദങ്ങൾക്ക്, ചിന്തകൾക്ക്, വിശ്വാസങ്ങൾക്ക് അതീതമായ ചില സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇവർ ഇസ്ലാം മതത്തിൽ നിന്നെങ്ങാനും അകന്നു പോകുമോ എന്ന ഭയം കൊണ്ട് ആ ദുരന്തത്തിൽപ്പെട്ടവരെയും അത് കണ്ടു നിൽക്കുന്നവരെയും ഇസ്ലാം ശരിയാണ് എന്ന് ഈ ദുരന്തമുഖത്തും അവരെ കൂടുതൽ ഓർമ്മിപ്പിക്കുകയും അവരെ
പിടിച്ചു നിർത്തുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശമുണ്ട്. രണ്ടാമത്തതും ദയനീയവും ദാരുണവുമായിട്ടുള്ള മറ്റൊരു ഉദ്ദേശമുള്ളത്, ഇത്തരം ദുരന്തങ്ങളെ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളാവാം, മഹാമാരികളാവാം, എല്ലാത്തിനെയും ഇസ്ലാമികേതര സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിന്റെ മഹത്വം വിശദീകരിക്കാനും ഇത് അള്ളാഹു എന്ന ഏകസത്യ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള അവസാനത്തെ ഒരു എന്താ പറയുക ഓർമ്മപ്പെടുത്തലായിട്ട്, ഒരു അന്ത്യശാസനമായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനും അള്ളാഹു എന്ന ദൈവത്തിനും കീഴൊടുങ്ങേണ്ടുന്നതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്താൻ വേണ്ടി ദൈവം ഇറക്കുന്ന അന്ത്യശാസനകളായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണിച്ച് ഇസ്ലാമിക ദഅവത്തിന് അല്ലെങ്കിൽ മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് ഇതര മതസ്ഥരായി നിൽക്കുന്ന അല്ലെങ്കിൽ മതമില്ലാതെ നിൽക്കുന്ന മനുഷ്യരെ ദൈവം എന്ന മഹാശക്തിയെ പറഞ്ഞ് പേടിപ്പിക്കാനുള്ള സാഹചര്യമായിട്ട്, അങ്ങനെ ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ, കൺവേർട്ട് ചെയ്യാൻ, മതം മാറാനുള്ള പ്രേരണയായിട്ടും ഒക്കെ ദഅവത്തിന്റെ ടൂളായിട്ട് ഇത്തരം അവസരങ്ങളെ പ്രയോജനപ്പെടുത്തും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്നത്തെ വീഡിയോ കണ്ട് തീരുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നതിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ദുരന്തം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ്. അതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. വയനാട്ടിൽ നിന്നുള്ള ഏതാനും ചില കുട്ടികൾ തമാശ രൂപത്തിൽ, ചെറിയ കുട്ടികൾ LP സ്കൂളിലോ UP സ്കൂളിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ തമാശ രൂപത്തിൽ ചെയ്ത ഒരു വീഡിയോ, ഒരു റീലോ ഷോർട്ടോ അങ്ങനെ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ അങ്ങനെ പ്രചരിച്ചിരുന്ന ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ, ആ വീഡിയോ കാണിച്ചുകൊണ്ട് അത് ഷെയർ ചെയ്തുകൊണ്ട് അതിൻ്റെ താഴെ ആ വീഡിയോയിലുള്ള ഒരു കുട്ടി മരണപ്പെട്ട വാർത്ത പുറത്തു വന്നു എന്നും ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടിയാണ് ഇതെന്നും പറഞ്ഞ് ഫാമിലി ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്ന ഒരു വീഡിയോ. ആ വീഡിയോ കണ്ടപ്പോൾ, ആ ശകലം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അമർഷം ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളോട് തോന്നി. സ്വാഭാവികമായിട്ടും നമ്മൾ അനവസരത്തിലൊന്നും പറയേണ്ടതില്ല, ഒരു ഔചിത്യം എന്ന പേരിൽ അതിനോടൊപ്പം പ്രതികരിച്ചില്ല. തൽക്കാലം ക്ഷമിച്ചു കാത്തിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറത്തിറങ്ങിയ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഒരു വീഡിയോ. അതായത് ദൈവനിഷേധികൾ അല്ലെങ്കിൽ മതവിരോധികൾക്ക് യാതൊരു ധാർമ്മികതയില്ല, ഔചിത്യമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, ഒരു ചെറിയ കുട്ടി, 3ാം ക്ലാസ്സുകാരിയോ 4ാം ക്ലാസ്സുകാരിയോ ആയിട്ടുള്ള ഒരു കുട്ടി ഇത്തരം ദുരന്തമുഖത്ത് ദൈവം എന്താണ് സഹായിക്കാൻ വരാത്തത് എന്ന് എഴുതിയ അവരുടെ ആ കുട്ടിയുടെ കൈയക്ഷരത്തിൽ എഴുതിയിട്ടുള്ള ഒരു നോട്ട് പുസ്തകത്തിന്റെ പേജ് വൈറലായതിനെ എടുത്തുകൊണ്ട് ആ കുട്ടിക്കൊരു മറുപടി കത്ത് എന്ന രീതിയിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. ആ രണ്ട് കാര്യങ്ങൾ കൂടി കണ്ടതുകൊണ്ടാണ് ഇത് ഇനി വൈകിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയും അത്തരം ഒരു വീഡിയോയുമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം, ഇന്ന് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ഷോർട്സ് വീഡിയോ കിട്ടി. അത് ആദ്യം നമുക്ക് കണ്ടിട്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. ആ ദുആ കൊണ്ട് കളിക്കുന്ന ചെറുക്കനാണ് ടിവിയിൽ മരിച്ചതായി കാണിക്കുന്ന ഫർഹാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കണ്ടോക്കെ ദുആ കൊണ്ട് കളിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള ദുആ കൊണ്ട് കുട്ടികളായാലും ദുആ കൊണ്ട് കളിപ്പിക്കാൻ പാടില്ല എന്നൊരു മെസ്സേജാണ്. കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ ദുരന്തമാണ് ഈ കുട്ടികൾ. ഒരാഴ്ച കൊണ്ട് ഉത്തരം കിട്ടി. എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികൾ വരെ ദുആ കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ മദ്രസയിലാക്കാൻ വേണ്ടി ദുആ കൊണ്ട് കളിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലത്. ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ. ഈ ശബ്ദം, ഇത് പറയുന്ന രീതി, ഇത് പ്രചരിപ്പിക്കുക, അത് വീണ്ടും വീണ്ടും ഫോർവേഡ് ചെയ്യുക, ഫാമിലി ഗ്രൂപ്പുകളിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കാം. ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മതമോ ദൈവമോ എന്ന് മണ്ണാങ്കട്ടയാണെങ്കിലും അതിനേക്കാളും വലിയ എന്ത് ദുരന്തമാണ് മനുഷ്യർക്ക് ഇനി വന്നു ഭവിക്കാനുള്ളത് എന്നും നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുന്നവർ, അവർ വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ മറ്റേതെങ്കിലും വിശ്വാസക്കാരാവട്ടെ, ആലോചിക്കുക. ഇതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച വീഡിയോ. ഇന്ന് എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടോളൂ. അദ്ദേഹത്തിന്റെ ഒരു ആവലാതി എന്താന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടോളൂ. വേറൊരു ട്രെൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേ ഫോർ വയനാട്, അതിങ്ങനെ വെട്ടിമാറ്റിയിട്ട് പേ ഫോർ വയനാട്. നിങ്ങൾ പള്ളിയിൽ ചടഞ്ഞുകൂടി നിന്ന് പ്രാർത്ഥിക്കാതെ നിങ്ങൾ പണിയെടുക്കും എന്നാണ് പറയുന്നത്. അല്ല സുഹൃത്തുക്കളെ, ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്നത്. ആരാധനാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്ന ഈ സ്ഥാപനങ്ങളിലാണ് വീട് നഷ്ടപ്പെട്ട, സ്വന്തക്കാരെ നഷ്ടപ്പെട്ട ആൾക്കാർ ഇന്ന് പള്ളിയിലും മദ്രസയിലുമാണ്. ഇത്രയും സാമൂഹ്യ ബോധം ഇല്ലാത്ത രീതിയിൽ ഈ ദുരന്തമുഖത്തും നാസ്തികത പ്രചരിപ്പിക്കാൻ, നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി, വിശ്വാസത്തിനെതിരെ പറയാൻ വേണ്ടി അതിനുള്ള സാമൂഹ്യ ബോധം നിങ്ങൾക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് മറുപടി പറയാത്തത് ഞങ്ങൾക്ക് ഒരല്പം സാമൂഹ്യ ബോധം ഉണ്ട്. അത് ഞങ്ങളുടെ മതം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയും പ്രവർത്തനവും ഒരേപോലെ തന്നെ പ്രധാനമാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സമയത്ത് ഇത് പറയേണ്ടി വന്നു എന്നുള്ളത് വേറൊരു അശ്ലീലമാണ്. പക്ഷേ നിങ്ങളുടെ സ്ഥിതി അതായി. ഈ സമയത്ത് ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പരിഗണിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ദുരവസ്ഥ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിച്ച സാമൂഹ്യ ബോധത്തിന്റെ ഒരു പരിശോധനയാണ് നമ്മൾ ഇവിടെ നടത്താനും പോകുന്നത്. എന്നാലും ഇദ്ദേഹം പറയുന്നത് ആരൊക്കെയോ പ്രേ ഫോർ വയനാടിൽ പ്രേ വെട്ടിയിട്ട് പേ ഫോർ വയനാട് എന്ന് പ്രചരിപ്പിക്കുന്നു എന്നാണ്.
അതിൽ അദ്ദേഹത്തിന്റെ അമർഷം, അദ്ദേഹത്തിന്റെ ഒരു വിഷമം അദ്ദേഹം പങ്കുവെക്കുകയാണ്. അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് സാമൂഹ്യബോധം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് പ്രവർത്തന രംഗത്തും ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ 2-3 പോയിന്റുകൾ അതൊന്ന് സൂചിപ്പിക്കണം. അത് ഞാൻ പറയുന്നതിനിടയിൽ ഇദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾക്ക് ശബ്ദം കൊണ്ടോ ശൈലി കൊണ്ടോ മുഖം കൊണ്ടോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരറിയാവുന്നവർ, അദ്ദേഹം ആരാണെന്ന് മനസ്സിലായിട്ടുള്ളവർ ഒന്ന് ദയവ് ചെയ്തിട്ട് അത് കമന്റ് ബോക്സിൽ എഴുതാം. ഇദ്ദേഹം പറഞ്ഞ എന്താണ്? പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് പണിയെടുക്കുന്നവർ. പള്ളികളും മദ്രസകളും ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ഞങ്ങളെ മതം പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം സാമൂഹ്യ ബോധം ഉണ്ടാക്കി തന്നു. ഞങ്ങളുടെ മതത്തിന് പുറത്തുള്ളവർക്ക് സാമൂഹ്യ ബോധമില്ല. പ്രാർത്ഥന നിർത്തൂ, പണിയെടുക്കൂ എന്ന് പറയുന്നവർക്ക് സാമൂഹ്യ ബോധം ഒട്ടുമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. നോക്കൂ, ഇദ്ദേഹത്തിന്റെ വാദത്തിൽ തന്നെ ഇവരുടെ സാമൂഹ്യ ബോധം എത്രത്തോളം ഉണ്ട് എന്നും ഇവരുടെ അല്പത്തരം എത്രയാണ് എന്ന് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ 3 പോയിന്റുകളെ നമ്മൾ കൃത്യമായിട്ട് ഒന്നുകൂടി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ പറയാൻ ശ്രമിച്ചത് വിശ്വാസികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ്. ആരാധനാലയം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പള്ളികളും മദ്രസകളും മാത്രമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്ന എന്തോ പ്രവൃത്തിയാണ്. ഈ രീതിയിലാണ് ഇദ്ദേഹം ഇതിനെ വരച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളാണ്. നമ്മളുടെ പല വീഡിയോകളുടെ താഴെ വന്നിട്ട് സംസാരിക്കുന്ന ആളുകൾ എഴുതുന്നത് അവിടെ പ്രധാനമായിട്ട് മുസ്ലിങ്ങളാണ്, പിന്നെ കുറച്ച് സേവാഭാരതിയും കുറച്ച് ഡിവൈഎഫ്ഐക്കാരും ഒക്കെ ഉണ്ട്, പക്ഷേ മുസ്ലിങ്ങളില്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെയുള്ള അല്പത്തരം കമന്റ് എഴുതുന്ന ആളുകൾ അവിടെ ഉണ്ട്. അവരോട് ചേർന്ന് പോകുന്ന ഒരു നിലപാടാണ് ഇദ്ദേഹം സംസാരിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സാമൂഹ്യ ബോധം എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കാത്തവരാണോ? പ്രാർത്ഥിക്കുന്നവർ പ്രവർത്തിക്കുന്നതിൽ മുസ്ലിങ്ങൾ മാത്രമാണോ? ഇവിടെ ആരാധനാലയങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് മഹിമയാണ് പറയാനുള്ളത്? സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്ന്, പട്ടിണിപ്പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചെടുത്ത്, ദൈവത്തിന്റെ പേരും പറഞ്ഞ് പണം പിരിച്ചെടുത്ത് കെട്ടിപ്പൊക്കി അവിടെ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന മതപൗരോഹിതന്മാരുടെ ഗേഹങ്ങൾ, അവരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, അവിടുത്തെ ജനങ്ങൾക്ക്, അതിന് ചുറ്റുമുള്ള മനുഷ്യർക്ക് ദുരിതം വരുമ്പോൾ അവിടെ ഞങ്ങൾ മുസ്ലിങ്ങളെ മാത്രമല്ല ബാക്കിയുള്ളവരെയൊക്കെ താമസിപ്പിക്കുന്നു എന്ന് എടുത്തു പറയുന്നത് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ച സാമൂഹ്യ ബോധം എത്ര അല്പത്തരം നിറഞ്ഞതാണ് എന്നതിന്റെ ചുരുക്കമാണ്. മദ്രസകളോ ദുരിതാശ്വാസ ക്യാമ്പുകളായി എന്നാണ്. അതിൽ എന്തത്ര പറയാനുള്ളത്? അത് എടുത്തു പറയേണ്ട കാര്യം എന്താണ്? ഇനി ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ മതപാഠശാലകൾ ഒക്കെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി, ആളുകൾക്ക് താമസിക്കാനുള്ള ഇടങ്ങളായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നത് മുസ്ലിം പള്ളികൾ മാത്രമാണോ? അപ്പൊ ഈ അല്പത്തരം, ഞങ്ങളുടെ മതം എല്ലായിടത്തും ഉഴച്ചു നിൽക്കണം എന്ന ഈ അല്പത്തരം നിങ്ങളുടെ സാമൂഹ്യ ബോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തെ മനസ്സിലായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഇദ്ദേഹത്തെ മനസ്സിലായോ ആരെങ്കിലും? ഇദ്ദേഹം നമ്മുടെ സാക്ഷാൽ അബ്ദുള്ള ബാസലിന്റെ സഹോദരനാണെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അപ്പൊ ഈ സമയത്ത് ഇത് പറയേണ്ടി വന്നു. ഇതൊന്നും അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ബന്ധം കൂടി പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരേ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരേ കഥാതന്തു 2 തരത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത് 2 ഇടത്ത് വീഡിയോ ആയിട്ട് അവതരിപ്പിച്ച് മതത്തിനു വേണ്ടി കുടുംബസമേതം പോരാട്ടം നടത്തുന്ന 2 സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വേറൊന്നും കൊണ്ടല്ല. ഇവരുടെ ആത്മാർത്ഥത നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇദ്ദേഹം ഇത്തിരി ഒരു എന്താ പറയുക, ഇച്ചിരി ചെറുങ്ങനെയുള്ള ഒരു പരിഹാസത്തോടൊക്കെയാണ് പറഞ്ഞതെങ്കിൽ, ഒരല്പം നീരസത്തോടെയാണ് ഹിലാൽ എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞത് എങ്കിൽ, ഹിലാൽ സലീം CP എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള അബ്ദുള്ള ബാസിൽ കുറച്ച് കലിപ്പിലാണ്. ബാസിൽ നല്ല കട്ട കലിപ്പിലാണ്. ആയിരിക്കുമല്ലോ, ആവണമല്ലോ, അങ്ങനെയല്ലേ വരൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അമർഷം അണപൊട്ടി ഒഴുകുകയാണ്. ആരുടെ? അബ്ദുള്ള ബാസിലിന്റെ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നാം മലയാളികൾ. ജാതിമത ഭേദമന്യേ എല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുരന്തത്തിൽപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്നത് അവരുടെ മതപരമായ ബാധ്യത കൂടിയാണ്. മതസംഘടനകൾ എല്ലാം മറന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത്. മസ്ജിദുകളും മദ്രസകളും എല്ലാം സ്വാഭാവികമായി തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറുന്നു. ജുമാ നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥനകൾ ഉയരുന്നു. ഇങ്ങനെ വിശ്വാസികൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ദുരിതത്തിൽപ്പെട്ടവരെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സഹായിക്കുമ്പോൾ ചില സാമൂഹ്യ ദുരന്തങ്ങൾ ദുരിതത്തിൽപ്പെട്ടവരെ സഹായിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും മതവിശ്വാസത്തിൽ നിന്നും ആളുകളെ പുറത്തു കടത്തിയാൽ മതി എന്നാണ് ചില ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത്. ആ സാമൂഹ്യ ദുരന്തങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശ്വാസികൾ അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് പ്രവർത്തിക്കുന്നവർ. നിങ്ങൾക്ക് പ്രാർത്ഥനയോട് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരാരും പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സെക്യുലർ ഫാസിസമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്കെല്ലാം മറന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിട്ടിറങ്ങാം. അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് കുറെ നുണകൾ ഇങ്ങനെ, അതുകൊണ്ട് കുറെ കടലാസ് സംഭവങ്ങൾ ഉണ്ടാക്കി, കടലാസ് ഗുണ്ടുകൾ ഉണ്ടാക്കി, ആ ഗുണ്ടുകളെല്ലാം കൂടി ചേർത്ത് വെച്ച് കെട്ടി പൊട്ടിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ നുണ ഗുണ്ടുകളാണ് അദ്ദേഹം. ഏതെങ്കിലും മനുഷ്യർ പ്രാർത്ഥിക്കുന്നതിനെ ആരെങ്കിലും പരിഹസിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പരിഹസിക്കാറില്ല. പക്ഷെ ഇതുപോലെയുള്ള ഒരു ദുരന്തവും അതിന്റെ കാരണവും പഠിപ്പിക്കുന്ന ഒരു മതം, ആ മതം ഇതിൽ പ്രാർത്ഥന മാത്രമാണ് മാർഗമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയെ ആരെങ്കിലും പരിഹസിച്ചാൽ, പ്രാർത്ഥനയെ
മാറ്റി നിർത്തിയിട്ട് ഇത് പ്രാർത്ഥിക്കേണ്ട സമയമല്ല പ്രവർത്തിക്കേണ്ട സമയമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് അബ്ദുള്ള ബാസിൽ ഇങ്ങനെ കയർ പൊട്ടിക്കുന്ന എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. അബ്ദുള്ള ബാസിനുള്ള ഈർഷ്യവും ദേഷ്യവും അബ്ദുള്ള ബാസിൽ ഇതൊക്കെ പറയുമ്പോൾ ഉന്നം വെക്കുന്നത് ആരെയാണെന്നൊക്കെ നമുക്കറിയാം, അതിന്റെ കാരണം നമുക്കറിയാം. പക്ഷെ വാസ്തവത്തിൽ ഇത്തരം സാമൂഹ്യ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ആരാണ് സാമൂഹ്യ ദുരന്തങ്ങൾ എന്ന പരാമർശത്തിന് ഏറ്റവും യോഗ്യരായിട്ടുള്ളത്, അർഹരായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കും. അപ്പൊ ഇവിടെ നേരത്തെ സഹോദരൻ പറഞ്ഞ അതേ കഥാതന്തു അല്ലെങ്കിൽ അതേ തള്ളിന്റെ തന്തുവാണ് ഇദ്ദേഹം ഒന്ന് എലാബറേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഒരു അമർഷവും ഒരു ദേഷ്യവും ഒരു വൈകാരികതയൊക്കെ കലർത്തി പറയാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞതിലും ദൈവം, വിശ്വാസം, മതം, ആരാധനാലയം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അവസാനമായി വന്നപ്പോഴത്തേക്ക് മതം ഈസ് ഈക്വൽ ടു ഇസ്ലാം, മതം ഈസ് ഈക്വൽ ടു ഇസ്ലാം, ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹു, ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളി, മദ്രസ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജുമാ നമസ്കാരം, ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പൊ ബാക്കി ആ ദുരന്ത മുഖത്ത് നിൽക്കുന്ന മതവിശ്വാസികളെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തമസ്കരിച്ചുകൊണ്ട് ഇവരുടെ മതത്തെ മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയും ഇവരുടെ മതത്തെ എതിർക്കുന്നവരാണ് മതരഹിതരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവരുടെ മതത്തെ മാത്രം എതിർക്കുന്നവരാണ് എന്ന് സ്ഥാപിക്കുകയും മതം എന്ന് പറഞ്ഞാൽ ഇവരുടേത് മാത്രമാണ് എന്നും ദുരന്ത മുഖത്ത് ആരാധനാലയങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുന്നത് മുസ്ലിം പള്ളികൾ മാത്രമാണ് എന്നുള്ള അല്പത്തരം വിളമ്പുകയാണ് ഇവിടെ അബ്ദുള്ള ബാസിൽ. അതിനിടയിലൂടെ അദ്ദേഹം പുറത്തു വിടുകയും ചെയ്തു. എന്താണ് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിനെ കളിയാക്കിക്കൊണ്ട് ദുരന്തമുഖത്ത് എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് പകരം ആരുടെയെങ്കിലും വിശ്വാസം നഷ്ടപ്പെടുത്താൻ കഴിയുമോ എന്ന് ഗവേഷണം ചെയ്യുകയാണ് ഇവിടെയുള്ള സാമൂഹ്യ ദുരന്തങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്കറിയോ, ഇത്തരം ദുരന്തങ്ങളുടെ മുഖത്ത് ചെന്ന് നിന്ന് അവരുടെ ദൈവവിശ്വാസത്തെ നമ്മൾ പ്രത്യേകമായി ഇളക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി ഇളകും. അത് ഇളകാതിരിക്കാനുള്ള പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ കയ്യിൽ അന്തസ്സുള്ള, മാന്യമായ, സഭ്യമായ ഒരു മാർഗോട്ടില്ല താൻ. അപ്പൊ നിങ്ങൾ മതവിരുദ്ധരെ മേലെ കുതിര കയറുകയും നിങ്ങളുടെ മതത്തെ മഹത്വപ്പെടുത്താൻ മറ്റുള്ളവരെ ചീത്ത വിളിക്കുക എന്ന മുഹമ്മദ് നബി പണ്ട് മുതൽ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു തന്ത്രം പ്രയോഗിക്കുകയും മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ മഹാദുരന്തമാണ് എന്ന് പറയാതിരിക്കാൻ വേറെ മാർഗമില്ല. അപ്പൊ പ്രാർത്ഥിക്കുന്നതൊന്ന് മാറ്റിവെച്ചിട്ട് പ്രാർത്ഥനയല്ല മുഖ്യം, പ്രവർത്തനമാണ് എന്ന് പറയുന്നത് സെക്കുലർ ഫാസിസമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആയിക്കോട്ടെ, ഇനി പുതിയ വേറെ ഒരാൾ കേട്ടോ. എല്ലാം ഒരേ കൊലയിൽ നിന്നുള്ളവരാണ്. വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. വഹാബി തൗഹീദ് കേരളത്തിൽ വേരുപിടിപ്പിക്കാൻ ശ്രമിക്കുകയും വഹാബി തൗഹീദിലൂടെ ഇസ്ലാമിക് പൊളിറ്റിക്സിന് അടിത്തറ പാകാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും അതിന് മുസ്ലിം സമൂഹത്തിനകത്ത് ഇസ്ലാഹിയത്ത് എന്ന പേരിൽ മതത്തിന്റെ സംസ്കരണം എന്ന രീതിയിൽ 6-ാം നൂറ്റാണ്ടിന്റെ ചിന്തകളും ശീലങ്ങളും സംസ്കാരങ്ങളും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അതിതീവ്ര മതവാദികൾ, ഇസ്ലാമിസ്റ്റുകളെയാണ് നമ്മൾ വഹാബികൾ, സലഫികൾ എന്ന് പറയുന്നത് കേട്ടോ. അത് പറഞ്ഞിട്ട് തന്നെ പോകും. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വരും സമയങ്ങളിൽ പറയാം. അപ്പൊ ഇതെല്ലാം ഒരു കൊലയിലാണ്. ഇസ്ലാം വിമർശകരുടെ ഒക്കെ വായടപ്പിക്കാൻ മറുപടിയൊക്കെയായിട്ട് നടക്കുന്ന വിസ്ഡം ഗ്രൂപ്പിന്റെ ഡയലോഗ് ടീമിന്റെ അൺമാസ്കിംഗ് അനോമലീസിന്റെ ഒക്കെ പ്രവർത്തകരും പ്രബോധകരുമായിട്ടുള്ള യുവരക്തങ്ങളാണ്. ഇനി ചെസ് നമ്പർ 3, അദ്ദേഹം ഒരല്പം വിഷമത്തിലാണ്, അദ്ദേഹം കുറച്ച് സങ്കടത്തിലാണ്. നമ്മളോട് ഇങ്ങനെയൊക്കെ പറയാമോ, നമ്മൾ നാളെയും കാണണ്ടേ എന്നൊരു ലൈനിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ ദീനരോധനമാണ്. പ്രശ്നം ഇത് തന്നെയാണ്. എന്താണ്? പ്രേ വെട്ടിയിട്ട് പേ ആക്കി. ഇതാണ് അദ്ദേഹത്തിന്റെയും വിഷമം. നമുക്ക് അദ്ദേഹത്തിന്റെ നിലവിളി ഒന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ നിലവിളി കേൾക്കുമ്പോൾ അതിനോട് അപ്പോൾ ഉള്ള പ്രതികരണങ്ങളും, കാരണം അത് കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു നിലവിളി ആയതുകൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ അതിനിടയിൽ മറുപടിയായിട്ട് കൊള്ളിക്കാം എന്നുള്ളത് കൊണ്ട് ആ ക്രമത്തിലാണ് പോകുന്നത്. ഏറ്റവും മാരകമായതും ഈ ദുരന്തങ്ങൾ എങ്ങനെയാണ് മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കാവുന്ന സാഹചര്യമാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുന്നത് എന്നതൊക്കെ നമുക്കിതിന്റെ അവസാനം പറഞ്ഞു വെക്കാനുണ്ട്. മുജാഹിദ് ബാലുശ്ശേരിയുടെ സഹോദരനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും MM അക്ബർ സാഹിബൊക്കെ അവസാനം ചെസ് നമ്പറുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പൊ ആദ്യം ഇദ്ദേഹത്തിന്റെ ഈ ദീന യുവാവിന്റെ ദീനരോധനം നമുക്കൊന്ന് കേൾക്കാം. ഈ ക്യാപ്ഷൻ എന്ന് ചില ആളുകളുടെ സ്റ്റാറ്റസ് കാണാൻ കഴിയും. അങ്ങനെ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ സ്റ്റോറി ഇടുന്ന ആൾക്കാരോടാണ് നിങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്ക് ഉപകാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ സമൂഹത്തിൽ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആളുകൾ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു, പ്രേ ചെയ്യാൻ പറയുന്നു, അതാണോ? അതല്ല. എന്താ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? പ്രാർത്ഥിക്കുമെന്ന് പറയണില്ല. എന്താ നിങ്ങൾക്ക് പ്രശ്നം? പ്രാർത്ഥിക്കണമാണോ ഏറ്റവും വലിയ പ്രശ്നം? നോക്കൂ, ഇവര് വസ്തുതകളെ വളച്ചൊടിക്കുകയും തെറ്റായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നിവിടെ ആരെങ്കിലും പറഞ്ഞു? പ്രാർത്ഥന മാത്രമാണ് പരിഹാരം എന്ന് പറയുന്നത്, ദൈവം മാത്രമാണ് അഭയം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്നും അബദ്ധമാണെന്നും അപകടത്തിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്നതാണ് എന്നും സൂചിപ്പിക്കുന്നതാണ്. ഇത്തരം ദുരന്തമുഖത്ത് വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കലല്ല, ദുരന്തമുഖത്ത് ചളിയിൽ നമസ്കാരം എന്ന പേരിൽ കുത്തിമറിയലല്ല രക്ഷാപ്രവർത്തനം. അതല്ല ഈ ദുരന്തഭൂമിയിൽ മനുഷ്യർ ആഗ്രഹിക്കുന്നത്, മനുഷ്യർക്ക് ചെയ്യേണ്ടത്.
ഇവിടെ മതവും ദൈവവും തൽക്കാലം മാറ്റിവെക്കുകയും മനുഷ്യരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്താൻ മനുഷ്യർ ഇറങ്ങുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ മതത്തിന്റെ ആളുകൾ ടീമായി ചെല്ലുകയും മതത്തിന്റെ രീതിയിലുള്ള പ്രാർത്ഥനകളും സംഘങ്ങളും ഉണ്ടാക്കുകയും മതത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുകയും അതല്ല. അതാണ് ഈ പ്രേ വെട്ടിയിട്ട് പേ ആക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം. അതാര് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ദുരന്തമുഖത്ത് ഒരു ഫലവുമില്ലാത്തതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം വാദങ്ങൾ ആളുകൾ പറയുന്നത്. അതിലെന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം കുണ്ഠിതപ്പെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ വേറെയും ദൈവവിശ്വാസികളില്ലേ, വേറെയും മതവിശ്വാസികളില്ലേ? ഞാൻ കണ്ടില്ല ഈ പ്രേ വെട്ടി പേ ആക്കിയതിന് ഇത്രയും ഹാലിളകിയിട്ട് കൂടിളകി കടുന്നൽ കൂട്ടം പോലെ ഇളകി വന്ന വേറെ ഒരു മതവിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. വേറെ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എഴുതൂ. നിങ്ങൾ എന്തിനാണ് ഈ വഹാബിയുടെ കടുന്നൽ കൂടിളകി ആകെ ഇളകി മറിഞ്ഞു വന്നിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ്, അല്ലെങ്കിൽ ആ ചോദ്യം അങ്ങനെയല്ല ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ അടുത്ത പ്രശ്നം എന്താണ്? എല്ലാ തകർന്നു നിൽക്കുന്ന നഷ്ടങ്ങളോടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു ദൈവമുണ്ട്. എല്ലാത്തിനും കഴിവുള്ള, നിങ്ങളെ നഷ്ടങ്ങൾക്ക് പകരം നൽകാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനിൽ നിന്നാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ അവനിലേക്കാണ് തിരിച്ചു പോകുന്നത്. ഈ ജീവിതം വളരെ ചെറുതാണ്. അവന്റെ അടുത്താണ് ശരിയായ ആത്യന്തികമായ ജീവിതമുള്ളത്. വല്ലാത്തൊരു അള്ളാഹ് തന്നെയാണ് അത്. എന്തു സാധിച്ചു തരാൻ കഴിവുള്ള, എല്ലാത്തിനും കഴിവില്ല ഒരു അള്ളാഹുവിനോട് ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ അള്ളാഹുവിന്റെ അടുത്ത് മാത്രമുള്ള ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരം, അദ്ദേഹത്തെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു മരണാനന്തര ജീവിതം എന്ന ഒരു പരിഹാരം അതുണ്ടാകുമ്പോൾ എല്ലാത്തിനും കഴിവുള്ള ഒരു അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. എന്ത് വൃത്തികെട്ട വർത്തമാനം പറയുന്നത് എന്നാണ്. ഈ ദുരന്തം ഉണ്ടാക്കിയതാരാ? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, നിങ്ങളുടെ ആശയം അനുസരിച്ച്, നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിൽ ചെറിയ കുട്ടികളുടെ വീഡിയോ പോലും പ്രചരിപ്പിച്ച് അവരുടെ മരണത്തെ പോലും പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പറയുന്നതിൽ ഈ ദുരന്തം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? പുറത്തു വന്നിട്ട് ഈ നമ്പർ ഇറക്കുകയും ഈ കള്ളക്കണ്ണീര് ഒഴുക്കുകയും ഞങ്ങളുടെ മതത്തിനെ പറയുന്നേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്നേ, ഞങ്ങളുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നേ, പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കുന്നേ എന്ന് നിലവിളിക്കുകയും അകമേക്ക് മതസമൂഹത്തിനകത്ത് മുസ്ലിം സമൂഹത്തിനിടയിൽ നിങ്ങൾ ഈ ദുരന്തം ഭയമായി ആളുകളുടെ വിശ്വാസത്തെ അടിയുറപ്പിക്കാനും വിശ്വാസ തീവ്രത കൂട്ടാനുമുള്ള ടൂളായിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുകയും ഈ ദുരന്തം, മഹാദുരന്തം മനുഷ്യരുടെ മുകളിൽ ഉണ്ടാക്കിയത് അള്ളാഹുവാണ് എന്ന് വീരവാദം പറയുകയും ചെയ്തു. ഇതല്ലേ ശരി? ഈ ദുരന്തം ആരാ ഉണ്ടാക്കിയത്? അള്ളാഹുവിന്റെ മുൻ തീരുമാനപ്രകാരം. എന്തുകൊണ്ട് ദുരന്തം ഉണ്ടായി? അതൊക്കെ വിശദമായിട്ട് നമുക്ക് അബ്ദുള്ള ബാസിലും മറ്റു മൂല്യന്മാരും പറഞ്ഞുതരും. അപ്പൊ ഈ കരച്ചിൽ അപ്രസക്തമാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഈ ദുരന്തം ഉണ്ടായത് എങ്ങനെയാണ് എന്നാണ് ഇവർ വിശ്വാസ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ വീഡിയോ ക്ലിപ്പ് ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കും. അസ്സലാമു അലൈക്കും. ആ ദുആ കൊണ്ട് കളിക്കുന്ന ചെറുക്കനാണ് ടിവിയിൽ മരിച്ചതായി കാണിക്കുന്ന ഫർഹാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കണ്ടോക്കെ ദുആ കൊണ്ട് കളിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ദുആ കൊണ്ട് കുട്ടികളായാലും ദുആ കൊണ്ട് കളിപ്പിക്കാൻ പാടില്ല എന്നൊരു മെസ്സേജാണ്. കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ ദുരന്തമാണ് കുട്ടികൾ. ഒരാഴ്ച കൊണ്ട് ഉത്തരം കിട്ടി. എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികൾ വരെ ദുആ കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ മദ്രസയിലാക്കാൻ വേണ്ടി ദുആ കൊണ്ട് കളിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലത്. ഇത് ഞാൻ ഇസ്ലാമിക പ്രബോധകരായിട്ടുള്ള ചില ആളുകൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരുടെ മറുപടി ഈ വ്യക്തിയെ, ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള വ്യക്തിയെ ചീത്ത വിളിച്ചുകൊണ്ടാണ്. അതായത് ഇതൊന്നും ഇസ്ലാമിന്റെ രീതിയല്ല, ഇങ്ങനെയൊന്നുമല്ല ഈ സമയത്ത് സംസാരിക്കേണ്ടത്, ഇതൊന്നും ശരിയല്ല എന്ന രീതിയിൽ എന്നോട് പറയുകയാണ്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? ഓ ശരിയാണ്, ഇത് ഏതോ സാമാന്യ ബോധമില്ലാത്ത ഏതോ മനുഷ്യൻ എന്തോ വിടുവായത്തം പറഞ്ഞതാണ്, അത് ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമാണ് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഇത് ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല എന്നും ഇത് പല ഫാമിലി ഗ്രൂപ്പുകളിലും പറന്നു നടക്കുകയാണെന്നും കറങ്ങി നടക്കുകയാണ് എന്നും ഇത് വലിയ ആവേശത്തിൽ മുസ്ലിം സമൂഹം അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഭയങ്കരമായ രീതിയിൽ ഫോർവേഡ് ചെയ്യാണ് എന്നും മനസ്സിലായി. എന്ന് മാത്രമല്ല, ഇത് വാട്സപ്പ് പ്രചാരണമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം പ്രചരിക്കുന്ന ഒരു ചെറിയ സംഭവമായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചാൽ അവിടെയും നമ്മൾ അബദ്ധമാണ് ധരിക്കുന്നത്. വല്ലാത്തൊരു കാലഘട്ടം. ദുആ കൊണ്ട് പോലും പരിഹാസങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇപ്പോ? ദ്വാരക്കുന്ന പോലെ കളിയാക്കുക, ദുആ തന്നെ ഒരു കളിതമാശയായി മാറുക. കുട്ടികളെ പോലും അതിന് പ്രേരിപ്പിക്കുന്ന നിലയിൽ അവരുടെ പ്രാർത്ഥനയൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് വയനാട്ടിൽ ഏതാനും മക്കൾ അങ്ങനെ എത്തിയിട്ട് ആ മക്കൾ ഇങ്ങനെ ദ്വാരക്കാണ്. നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് റബ്ബേ ആ ചെറിയ മക്കളുടെ ദുആ? അവരെ ദുആ ചെയ്യുന്നതിങ്ങനെയാണ്: അതിശക്തമായ മഴ കൊണ്ട് മഴ കൊണ്ട് നാടാകെ വെള്ളത്തിൽ മുങ്ങണം, സ്കൂളുകൾ മദ്രസുകൾ ഇല്ലാതെയാവണം, ഇനി ഖിയാമത്ത് വരെ സ്കൂളും മദ്രസും ഉണ്ടാകരുത്. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും നാളെയും മദ്രസ്, നാളെയും മറ്റന്നാളും ഒക്കെ മദ്രസ
ഉണ്ടാവരുത്. അതിന് ശക്തമായ അതിശക്തമായ മഴ വയനാട്ടിൽ നൽകണേ അല്ലാ. ജില്ലാ കളക്ടർക്ക് ലീവ് നൽകാനുള്ള മനസ്സ് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിൽ പ്രാർത്ഥനയെ കളിയാക്കുന്ന അവസ്ഥ ചെയ്തത് മക്കളാണ്, പോട്ടെ, അവർക്കത് വിവരമില്ലാന്ന് വിചാരിക്കാം. എന്നത് ഇതിങ്ങനെ വീഡിയോ എടുത്തിട്ട് പകർത്തി ഇതിങ്ങനെ ഫോർവേഡ് ചെയ്യുന്നതാരാ, ഇതിങ്ങനെ സെൻഡ് ചെയ്യുന്നതാരാ? എല്ലാം കളിയായി, എല്ലാം തമാശയായി. പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കുക, പ്രാർത്ഥനയെ പരിഹസിക്കുക, അതാപ് വരാൻ മറ്റെന്ത് വേണം? ജലാലായ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു പറയുന്നത് വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, വൽ ജൂഅ്, വിശപ്പ് കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. അപ്പൊ അല്ലാഹ് ഈ ദുരന്തം ഉണ്ടാക്കിയത് ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ രക്ഷിതാക്കൾ പ്രചരിപ്പിച്ചത് കൊണ്ടാണ്. ചെറിയ കുട്ടികൾ തമാശയിൽ ഈ മഴക്കാലത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് സ്കൂളിൽ പോകുന്നതിന് മുമ്പും 5:30ക്കും 6 മണിക്ക് എഴുന്നേറ്റ് മദ്രസയിൽ പോകുന്ന കുട്ടികൾ തമാശയായിട്ട് അവർ ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ട് അത് രക്ഷിതാക്കൾ ആ കുട്ടികളുടെ ഒരു കുസൃതി എന്ന നിലക്ക് കണ്ട് ആസ്വദിച്ചതിന് ശിക്ഷയായിട്ട് ഒരു പ്രദേശത്തെ മുഴുവൻ ദുരന്ത ഭൂമിയാക്കിയിട്ട് അവിടുത്തെ മനുഷ്യരെ മുഴുവൻ മണ്ണിനടിയിൽ ആഴ്ത്തിക്കളഞ്ഞു എന്ന് പ്രസംഗിച്ച് നടക്കുന്ന പുരോഹിതന്മാരുള്ള കാലം ഇവിടം കൊണ്ട് തീരുന്നുണ്ടോ? അപ്പൊ കേവലമായിട്ട് വാട്സപ്പ് പ്രചാരണമല്ല, ഇതുവരുടെ മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും മനുഷ്യരുടെ ഉള്ളിൽ ഭയം നിറക്കാനുള്ള ഉപാധിയായി ഉപകരണമായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ കാണിച്ച ഒരു തമാശയെ, ആ തമാശ കാണിച്ച കൂട്ടത്തിൽ നിന്നൊരു കുട്ടി മരണപ്പെട്ടു എന്ന വാർത്തയെ പിക്ക് ചെയ്തെടുത്തുകൊണ്ട് അത് അടർത്തിയെടുത്തുകൊണ്ട് അതിനു മുകളിൽ വയലും പ്രസംഗവും ഖുർആൻ വചനവും തിരികെ മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കുന്ന നരാധമന്മാർ. മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? ഇവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? ഇവർ ചെയ്തു കൂട്ടുന്ന ഈ നെറികേടിന്റെ കാരണക്കാരനായിട്ടുള്ള മതവും അതിന്റെ ദൈവവുമായ അള്ളാഹുവിനോളം ദുരന്തം ഈ ഭൂമി ലോകത്ത് മനുഷ്യർക്കും ഇനി വന്നു ഭവിക്കാൻ എന്താണുള്ളത് എന്ന് ഞാൻ ചോദിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്. കാരണങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇത് അവിടെയും ഇവിടെയും ചെതറിക്കടന്ന് അവിടെയും ഇവിടെയും 5 സെക്കൻഡും 2 സെക്കൻഡും 30 സെക്കൻഡും കേൾക്കുന്നവർക്ക് ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കുറച്ചധികം സമയമെടുത്ത്, ഒരു ദിവസം സമയമെടുത്ത് ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങളും ഇത്തരം പ്രചാരണങ്ങളും ഒക്കെ ഒന്ന് ക്രോഡീകരിച്ചെടുത്ത് അതിന്റെ ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കാനും അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ശ്രമിക്കുന്നത്. കൂടുതലും വിശ്വാസികൾ മനസ്സിലാക്കണം ഇത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞ് കാണിക്കുന്ന ഒരു തമാശയ്ക്ക് ആ തമാശ നിങ്ങൾ ആസ്വദിച്ചു എന്നതിന്റെ പേരിൽ, നിരുപദ്രവകരമായ ഒരു തമാശയെ ആസ്വദിച്ചു എന്നതിന്റെ പേരിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ഇളക്കി മറിച്ച് ഒരു ജനതയെ, ഒരു ഗ്രാമത്തെയും മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്യാൻ മാത്രം കാരുണ്യവാനാണോ നിങ്ങളുടെ അള്ളാഹു എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഈ മൂല്യന്മാര് അങ്ങനെയല്ല എങ്കിൽ ഈ മൂല്യന്മാര് ഈ വിധം വയലു പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത് സാധാരണ മനുഷ്യർക്ക് പോലും ഇത് വാട്സപ്പിൽ പ്രചരിപ്പിച്ച് ഈ കുട്ടികളുടെ മരണം കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ തോന്നുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വിശ്വാസത്തിൽ മാനവികതയുടെ അംശം എത്രയാണുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. അതിനുവേണ്ടി പറയുന്നതാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി വേറെ ചില മൂല്യന്മാര് സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ട് ദുരന്തമുണ്ടാകുന്നു എന്ന് പറയുന്നവർ, ഇസ്ലാമികമായ കാര്യങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹത്ത് മാറിപ്പോകുന്നത് കൊണ്ട്, നിസ്കരിക്കാത്തത് കൊണ്ട്, സിനിമക്ക് പോകുന്നത് കൊണ്ട്, മ്യൂസിക് അധികരിച്ചുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ഭൂകമ്പം ഉണ്ടാവുമെന്നും വെള്ളപ്പൊക്കവും സുനാമി ഉണ്ടാവുമെന്നും പ്രസംഗിച്ച് നടക്കുന്ന മൂല്യന്മാർ എമ്പാടും നാട്ടിലുണ്ട്. അതിൽ നിന്ന് ഒരു സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന പല കാലങ്ങളിലായിട്ട് ഇവർ പറഞ്ഞു വെച്ച വയലുകളൊക്കെ പൊടി തട്ടിയെടുത്ത് പ്രകൃതി ദുരന്തങ്ങളോട് ചേർന്ന് പോകുന്ന പ്രഭാഷണങ്ങളുടെ പുതിയ ക്ലിപ്പുകൾ ഉണ്ടാക്കി അതിനു മുകളിൽ വയനാട് ദുരന്തത്തിന്റെ പുതിയ പോസ്റ്ററുകൾ ഒട്ടിച്ച് വീഡിയോ പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ മതപ്രഭാഷണ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളിൽ ഏറിയ പങ്കും. ആ രീതിയിൽ പ്രചരിപ്പിച്ച ഒരു പഴയ വീഡിയോ 2018 നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ പുതിയ തംബ്നെയിലിട്ട് 4-5 ദിവസം മുൻപ് മാത്രം അപ്ലോഡ് ചെയ്ത ഒരു പ്രഭാഷണത്തിന്റെ ഒരു ശകലം നിങ്ങളൊന്ന് കേൾക്കും. എന്തുകൊണ്ട് ദുരന്തം ഉണ്ടാകുന്നു? ഇത് അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്ന് പഴയ പ്രസംഗം പുതിയ തംബ്നെയിലിൽ പുതിയതായി അപ്ലോഡ് ചെയ്ത ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കും. ഇതിന്റെയൊക്കെ കാരണം എന്തെന്നറിയോ? അല്ലാഹു ഈ ദുരന്തങ്ങളൊക്കെ തരുന്നത് എന്തിനെന്നറിയോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് അളക്കുന്നതിന് വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. എന്തിനാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്നറിയോ? നീ യഥാർത്ഥ വിശ്വാസിയാണോ? നീ ഈമാനുള്ളവനാണോ? നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണോ? നിന്റെ ഈമാൻ അളക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോഴത്തെ പറയാൻ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ. ഈമാൻ കാര്യം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിമാണ് സിറാജുദ്ദീൻ, ഞാൻ ദീൻ അല്ലാഹുവിന്റെ ദീനിന്റെ വിളക്ക്, എന്റെ പേര്. എല്ലാവരും മുസ്ലിമീങ്ങളാ. അപ്പൊ അല്ല ഇതൊക്കെ തരുന്നത് നീ മുസ്ലിമാണോ, യഥാർത്ഥ മുസ്ലിമാണോ, അതോ കപട വിശ്വാസിയാണോ? നാവ് കൊണ്ട് അള്ളാഹിനെ വിശ്വസിക്കുന്നവനാണോ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണോ എന്ന് അളക്കാനാണ് നബി റസൂലുള്ളാഹി. അപ്പൊ അല്ല ഈ ദുരന്തമൊക്കെ തരുന്നത് അവിടെ വയനാട്ടിലും പ്രദേശത്തുമായിട്ട് താമസിക്കുന്ന മനുഷ്യരിൽ മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരിൽ എത്ര പേർ യഥാർത്ഥ വിശ്വാസികളുണ്ട് എന്ന് പരീക്ഷിക്കാനാണ് എന്ന് പോലും. ഈ അള്ളാഹിനെ എന്താ വിളിക്കങ്ങൾ പറയും? അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർ വെറുതെ നാവ് കൊണ്ട് പറയുകയാണോ അതോ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടോ എന്ന്
അറിയാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി ഒരു പ്രദേശത്തിന്റെ മുകളിലേക്ക് ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു മല മുഴുവനായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയും മനുഷ്യരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ, ആടുമാടുകളെ, ജീവജാലങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ദുരന്തം ഉണ്ടാക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ മഹാദുരന്തം എന്നതിനപ്പുറത്തേക്ക് എന്താ പറയാ? വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാവുണ്ടെങ്കിൽ പറയും. വിശ്വാസികൾ പറയും, അവർക്കാണ് മുൻഗണന. ഈ അള്ളാഹുവിനെ എങ്ങനെയാണ് നിങ്ങൾ കാരുണ്യവാനായ അള്ളാഹു എന്ന് വിശേഷിപ്പിക്കുക? എന്താണ് ഈ ദുരന്തങ്ങളിലെ കാരുണ്യം? ദുരന്തം കാരുണ്യമാണ്, തലവെട്ട് കാരുണ്യമാണ്, അത് വരും, അതിലേക്ക് വരും. ദുരന്തം കാരുണ്യമാണെന്ന് സ്റ്റിൽ അത് വിശ്വസിക്കുന്ന വിശ്വാസികൾക്കുള്ള മറുപടിയും പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. സാമാന്യ ബോധമുള്ള ആൾക്കാരെ ആലോചിക്കാം. ഇതുപോലത്തെ ഒരു അള്ളാഹു, സർവശക്തൻ, സർവജ്ഞാനി ആയിട്ടുള്ള അള്ളാഹുവാണ് ആ വയനാട്ടിലെ മലഞ്ചെരുവിൽ താമസിച്ചിരുന്ന മനുഷ്യന്മാരിൽ വിശ്വാസമുള്ളവർ, ശരിക്കും വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ദുരന്തം ഇറക്കിയതാണ്. അടുത്തത് നമ്മൾ തിരിച്ച് നമ്മുടെ നിലവിളി ദാഇയുടെ ആ ഒരു എന്താ പറയാ, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ച അബ്ദുള്ള ബാസിലിന്റെ ഒരു സുഹൃത്തിന്റെ വീഡിയോ ആണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. അപ്പോ ദുരന്തം ഉണ്ടാക്കിയത് ആര്, എന്തിന് എന്നത് അദ്ദേഹത്തിന് ഒരു ചെറിയ മറുപടി കൊടുത്തതാണ്. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഉസ്താദ്മാരെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസികളുടെ പ്രാർത്ഥന അനുസരിച്ച് ഇവിടെ നഷ്ടപ്പെടുന്നതിനൊക്കെ പകരം പടച്ചോൻ അവിടെ തരും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്ത് പ്രാർത്ഥിക്കുന്നതിൽ ഇപ്പൊ എന്താണ് കുഴപ്പം എന്നാണ് അടുത്ത ചോദ്യം. അവിടെ ശരിയുടെ മാർഗത്തിൽ, നീതിയുടെ മാർഗത്തിൽ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച എല്ലാ ആളുകൾക്കും ആ ത്യാഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പകരമായിക്കൊണ്ട് അതിനേക്കാൾ വലുത് അവിടെ ലഭിക്കും. അതിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അല്ലാതെ വേറെ ഇവിടെ ഞങ്ങൾ നോക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ കിട്ടണേ, ഇതിനേക്കാളും വലുത് കിട്ടണേ എന്നാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ പരീക്ഷിച്ച് അവിടെ എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് ഈ മല മുഴുവൻ ഇടിച്ച് താഴത്തിട്ടിടുമ്പോൾ അവിടെ അള്ളാഹുവിന് ഒരിക്കലും ഇതൊന്നും കൊടുക്കാൻ പറ്റൂല എന്ന് ഉറപ്പുള്ള കുറച്ച് മനുഷ്യന്മാർ കൂടി അവിടെ താമസിക്കുന്നു. കാരണം ഈ ദുരന്തം പെയ്തിറങ്ങുന്നത് മുസ്ലിങ്ങളുടെ മാത്രം തലയിലേക്കല്ല, അവിടെയുള്ള ഒരു പ്രദേശത്തെ മുഴുവൻ മനുഷ്യരിലേക്കാണ്. അപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞ വിശ്വസിക്കുന്നവരിൽ യഥാർത്ഥ വിശ്വാസികൾ ആരൊക്കെ ഉണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി പെയ്തിറങ്ങുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവർക്ക് അവിടെ ഇതിലും വലുത് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദുരന്തം ഉണ്ടാക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതും പുറത്തുനിന്നല്ല, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അവരുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ അവരുടെ സ്ഥിരമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. ആ വീഡിയോ നിങ്ങളൊന്ന് കേൾക്കൂ. ഒന്നാമത് പറഞ്ഞ ആ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകൾ സത്യവിശ്വാസികളാണെങ്കിൽ അവർ വിജയിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുവാനൊന്നുമില്ല. ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും വലുത് നമുക്ക് പടച്ചറബിന്റെ സ്നേഹവും പൊരുത്തവും കിട്ടി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ആത്യന്തിക വിജയം ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോ അയാൾ വിജയിച്ചു എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ജീവൻ വെടിഞ്ഞ് പോകുന്ന ഒരവസ്ഥയല്ല, സ്വാഭാവികമായ ഒരു മരണമല്ല. ഷഹീദിന്റെ പ്രതിഫലം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലികഴിച്ച ഒരു വ്യക്തിയുടെ പദവിയായിരിക്കും അവർക്കുണ്ടാവുക. അപ്പൊ ഈ ദുരന്തത്തിൽ മരിച്ച മുസ്ലിങ്ങളൊക്കെ സ്വർഗത്തിലാണ്, അവർക്ക് ഒന്നും പേടിക്കണ്ട. വയറുവേദന വന്ന് മരിച്ചാലും മുസ്ലിങ്ങൾ സ്വർഗത്തിലാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനുഷ്യന് തിട്ടമില്ലാത്ത കാര്യം മുഹമ്മദിന്റെ മുമ്പിൽ പ്രശ്നം ആയിട്ട് ചെല്ലുന്ന സമയത്ത് മുഹമ്മദിന് പരിഹരിച്ചു കൊടുക്കാൻ കഴിയാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും മുസ്ലിങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ് സ്വർഗം. മുഹമ്മദ് നബിന്റെ അടുത്ത് എന്നിട്ട് അള്ളാന്റെ റസൂലേ പള്ളിയിൽ ഒരുത്താവണു എന്ന് പറഞ്ഞാൽ, ഇജ് പള്ളിയിലെ വേദന വന്ന് മരിച്ച ഇജ് സ്വർഗത്തിലാണ്, ഇജ് ഷഹീദിന്റെ കൂലിയാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്നതല്ലാതെ മുഹമ്മദിന്റെ മുമ്പിൽ വേറെ മാർഗങ്ങളില്ല. പിന്നെ മൂത്രം കുടിച്ച് വയറുവേദന പോയ ഒരു വേലക്കാരിയുടെ കഥ പറയുന്നുണ്ട്, അത് എല്ലാവരും അംഗീകരിക്കൂല. ഇതേ സാധനം എടുത്ത് പയറ്റുകയാണ്. ഈ ദുരന്ത ഭൂമിയിൽ ഇസ്ലാം മതവിശ്വാസികളോട് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്ന നേർപഥം എന്താ അറിയും? അവർ പറഞ്ഞു കൊടുക്കുന്നതാണ്, ഒന്നും പേടിക്കേണ്ട, അവിടെ മരിച്ച മുസ്ലിങ്ങളൊക്കെ സ്വർഗത്തിലാണ്. അപ്പൊ അമുസ്ലിങ്ങളോ, അമുസ്ലിങ്ങളുടെ കുഞ്ഞുങ്ങളോ കുട്ടികളോ? ഇത് ചോദ്യമാണ്, അവിടെ പ്രസക്തമാണ്. നോക്കൂ, ഇത് നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ മനസ്സിലാക്കാം. ഇത് നിങ്ങൾ പറയുകയും ഇത് പൊതുമാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുക വഴി നിങ്ങൾ ഈ ദുരന്ത മുഖത്ത് കാണിച്ചു കൂട്ടുന്നത് എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങളുടെ മതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന സാമൂഹ്യ ബോധത്തിന്റെ ഒന്നാം തരം ഉദാഹരണമല്ലേ ഇത്? വേറെ നല്ല ഉദാഹരണങ്ങൾ മറ്റേ പുള്ളി പറഞ്ഞുതരും, നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത്, പ്രാർത്ഥിച്ചപ്പോ എന്താ കുഴപ്പം, പ്രാർത്ഥിച്ചത് കൊണ്ട് എന്താ കുഴപ്പം, പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ നേട്ടം എന്ന് തിരിച്ചു ചോദിക്കുകയാണ് മറ്റേ പുള്ളി. ഒന്നുകൂടി കേൾക്കാം. അവൻ നീതിയോടെ പ്രവർത്തിക്കും, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ആർക്കാണ് എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആർക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? അതിൽ സമാധാനത്തിന്റെ അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ വാക്കുകൾക്ക് അപ്പുറം ഉണ്ടല്ലത്. വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, പ്രയാസപ്പെടണ്ട, ദേഷ്യം വരണ്ട എന്തെങ്കിലും കാര്യത്തിലുണ്ടോ? എത്രയോ പഠനങ്ങൾ ഇതുപോലെ ആളുകൾക്ക് ഇത്തരം പ്രാർത്ഥനകളിൽ ദൈവത്തിലുള്ള അഭയം പ്രാപിക്കലിൽ സമാധാനം ലഭിക്കുന്നുണ്ടെന്നുള്ള തരത്തിൽ നമുക്ക് കാണാനും കഴിയും.
ഇനി നിങ്ങൾ ഈ പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്നത് ആർക്കും ഉപകാരം കിട്ടുന്ന ഒരാളെ, അതുകൊണ്ട് ഉപകാരം കിട്ടുന്ന ഒരാളെ കാണിച്ചാൽ പറ്റുമോ? പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ അത് കേട്ടതുകൊണ്ട് ഉപകാരം കിട്ടുന്ന ആർക്കാണ് ഉപകാരം കിട്ടുന്നത്? ഇതിങ്ങനെ തലതിരിച്ച് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പമെന്നാണ്, പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്താ ഉപകാരം എന്നാണ്. പൊന്നാര സുഹൃത്ത്, നമ്മൾ എന്താ പറയണത്? പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു ഉപകാരം ഇല്ല എന്നാണ്. ഇതുപോലെയുള്ള ദുരന്ത മുഖത്ത് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് ഞാനല്ല പറയുന്നത്, നിങ്ങൾ തന്നെ പറയും. അബ്ദുള്ള ബാസില് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ അദ്ദേഹത്തിന് മറുപടി പറയൂ. ഇവിടെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല, പ്രാർത്ഥന കൊണ്ട് ഫലമില്ല. പ്രാർത്ഥനയല്ല ഒരു ദുരന്ത മുഖത്ത് വേണ്ടത്, പ്രവർത്തനമാണ്, സാന്ത്വനമാണ്, അവർക്ക് സഹായമാണ്, സപ്പോർട്ടാണ്. പ്രാർത്ഥന ആർക്ക് വേണം? ആരോടെ പ്രാർത്ഥിക്കേണ്ടത്? ആ കുട്ടികൾ തമാശക്ക് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ആ മല മൊത്തം മനുഷ്യരുടെ തലയിൽ ഇടിച്ചിട്ട് അള്ളാഹിനോട് അവിടെ ഉള്ള വിശ്വാസികൾക്കൊക്കെ ശരിക്കുള്ള ഈമാനുണ്ടോ അതോ കൽബിലുണ്ടോ ഹൃദയത്തിലുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ മല മൊത്തം ഇടിച്ച് മനുഷ്യരെ മുഴുവൻ ഇല്ലാതെയാക്കിയ ആ അള്ളാഹുവിനോട് പിന്നെയും പ്രാർത്ഥിക്കുക. എന്ത്? അള്ളാഹ് ഞങ്ങൾക്ക് സമാധാനം തരണേന്നാ? നിങ്ങൾക്ക് ആകെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന നേരത്തെ ഉസ്താദ് പറഞ്ഞ സ്വർഗം തരണേന്ന്. ഈ ദുരന്ത മുഖത്ത് നിങ്ങളുടെ പ്രാർത്ഥനയും സ്വർഗവും ആർക്ക് വേണം? ദുരന്തത്തിൽ അകപ്പെട്ടു കിടക്കുന്ന മനുഷ്യർക്ക് അവിടെ സാന്ത്വനം വേണം, അവർക്ക് അവരുടെ രക്ഷ വേണം, അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം വേണം. ഈ ദുരന്ത മുഖത്ത് നിന്നിട്ട് ഈ തരം മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാൻ എത്ര വലിയ തൊലിക്കെട്ടി വേണമെന്ന് ആലോചിക്കൂ. എന്നിട്ട് ചോദിക്കുകയാണ് പ്രാർത്ഥിക്കാതിരുന്ന എന്താ ഗുണം? വളരെ ലളിതമല്ലേ, അറിയാത്തൊന്നുമല്ലല്ലോ, വെറുതെ പറയാം. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗുണമില്ല, പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. പ്രാർത്ഥിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ദുരന്ത മുഖത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രാർത്ഥന കൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല, നേരെയാവാൻ പോകുന്നില്ല. മനുഷ്യസാധ്യമായത് എന്തോ അത് മാത്രമേ സഹായത്തിനുണ്ടാവുള്ളൂ. മനുഷ്യരാണ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത്, മനുഷ്യരാണ് സഹായത്തിനെത്തുന്നത്. മനുഷ്യസാധ്യമായത് മാത്രമേ അവിടെ നടക്കൂ. അവിടെ ഒരു പടച്ചോനും ഒരു മിറാക്കളും കൊണ്ട് വരാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളെ പടച്ചോൻ. കുട്ടികൾ ചെറിയ പ്രാർത്ഥന നടത്തുമ്പോൾ ആ മല മൊത്തം ഇടിച്ച് മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്ന പടച്ചോൻ, ഈ ദുരന്ത മുഖത്ത് പടച്ചോൻ പിന്നെയും ആളുകളുടെ അസുഖം മാറ്റാനും മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ മനുഷ്യന് ശ്വാസം നിലനിർത്താനും സഹായിക്കും എന്ന് വിശ്വസിക്കലാണോ? അതാണോ നിങ്ങൾ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നത്? ഇനി മാത്രമല്ല, പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. ഇത്തരം ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. പ്രാർത്ഥിച്ചിട്ട് എന്താ ഉത്തരം കിട്ടാത്തത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നും, നമ്മൾ ചോദിക്കുമ്പോഴത്തേന് അതിന് ഉത്തരം കിട്ടിയാൽ പടച്ചോൻ നമ്മളെ അടിമയാവൂലേ എന്നുമാണ് അബ്ദുള്ള ബാസിൽ ചോദിക്കുന്നത്. ഞാൻ വെറുതെ വന്നതല്ല ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, കേട്ടോളി. പ്രളയമുണ്ടായപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി? അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി? പട്ടിണി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഇവിടെ ഇവർ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മളിങ്ങനെ ഒരു പ്രളയം വരുമ്പോൾ അപ്പോൾ തന്നെ പടച്ചോനെ എന്ന് വിളിക്കുന്നു, പടച്ചോൻ അപ്പം തന്നെ വന്നിരിക്കണം, എന്നിട്ട് ആ വെള്ളക്ക് ഊറ്റി കളഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ പടച്ചോനില്ല. ഈ രൂപത്തിൽ അത്രയും ബാഹ്യമായി പടച്ചവനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അവിടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക, പടച്ചവൻ അതിന് കഴിവുണ്ട്. വഹുവാല കുല്ലിശയും ഖദീർ, പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്തു കൊണ്ടും ഇടപെടാൻ പടച്ചവന് കഴിവുണ്ട്. പക്ഷേ ആ ഇടപെടൽ നടത്താവോ വേണ്ടേ എന്നുള്ളത് ആരുടെ തീരുമാനമാണ്? പടച്ചവന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ആലോചിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിന് ഉത്തരം തന്നിരിക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പടച്ചവൻ നമ്മളെ അടിമയാവുകയാണ്, അല്ലെ? നമ്മൾ പറഞ്ഞ അപ്പൊ തന്നെ ചെയ്തു തരുന്ന ഒരു അടിമയെ പോലെ. ആ രൂപത്തിലാണ് പലപ്പോഴും നിരീശ്വരവാദികൾ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്, പടച്ചവനെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിരീശ്വരവാദികൾ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പുക പോലെയാണ്. ദൈവം ഒരു പുകയാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത്. ഇനി ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല എന്ന് വിലപിക്കുന്നവർക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി നവതാഴിയായിട്ടുള്ള അബ്ദുള്ള ബാസിൽ പറയണത് അതിന് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല, നമ്മളാണ് ചോദിക്കുമ്പോഴത്തേന് പടച്ചോനോട് തരുമൊന്നുമില്ല, അങ്ങനെ തന്നാൽ പിന്നെ പടച്ചോൻ നമ്മളെ അടിമയായില്ലെന്ന്. ഈ ചങ്ങാതിന്റെ ഈഗോ എവിടെ ചെന്ന് നിൽക്കുന്നു? ബാസിലിന്റെ അല്ല കേട്ടോ, അല്ലാണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോളി, ഞാൻ ഉത്തരം തരാമെന്ന് കിതാബിൽ പറയുകയും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് എന്താണ് എന്ന് ആശങ്കപ്പെടുന്നവരടുത്ത് ദാഴിമാരി ചെന്നിട്ട് പറയാ, പ്രാർത്ഥിക്കുമ്പോഴത്തേന് ഉത്തരം തന്നാല് അല്ല നിങ്ങൾ അടിമേനെ പോലെ ആവൂലേ, മൂപ്പർക്ക് അത് ഈഗോ വർക്കാവൂലേ, അതുകൊണ്ട് ഉത്തരം കിട്ടുന്നു നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാനല്ല പറഞ്ഞത്. ഈ ദുരന്ത മുഖത്ത് പ്രാർത്ഥന വിഫലമാണ് എന്നും ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനെ സഹായിക്കൂല എന്നും, അങ്ങനെ സഹായിക്കേണ്ടി വന്നാൽ അത് അള്ളാഹു പിന്നെ ഈ ദുരന്തമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹിനോട് തന്നെ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹ് അത് ചെയ്തു കൊടുത്താൽ അള്ളാഹിനെ പിന്നെ എന്തിനു പറ്റാം? അള്ളാഹ്ക്ക് ഈഗോ വർക്കാവൂലേ, അള്ളാഹ് നിങ്ങൾ അടിമേനെ പോലാവൂലേ, ഒരു സെർവന്റിനെ പോലാവൂലേ എന്നതാണ് ബാസിൽ ഉസ്താദിന്റെ യുക്തി. നല്ല അള്ളാഹ്, നല്ല ഇസ്ലാം, നല്ല പ്രബോധനം. ഈ പ്രബോധനം കൊണ്ടാണ് കൂട്ടരെ ആളുകൾക്ക് ഇസ്ലാമിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. നിങ്ങളെപ്പോലെയുള്ള പ്രബോധകര് ഉപ്പായ അഴിച്ചു വെച്ച് കൂലിപ്പണിക്ക് പോയാൽ ഇസ്ലാമിന് ഇനിയും കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകാമെന്നാണ് എന്റെ നിരീക്ഷണം, എന്റെ വ്യക്തിപരമായ നിരീക്ഷണം. ദുരന്തമുഖത്ത് നിരാശ്രയായി നിൽക്കുന്ന മനുഷ്യരോട് നാളിതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ, അള്ളാഹുവിൽ ബലമേൽപ്പിച്ചോളൂ, അള്ളാഹുവാണ് രക്ഷകൻ, അള്ളാഹുവാണ് കാരുണ്യവാൻ എന്ന് പ്രസംഗിച്ച് നടന്നിരുന്നവരോട് ദുരന്തമുഖത്ത് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല എന്ന് ആരോ ചോദിച്ചപ്പോഴത്തേന്, ഏതോ ചെറിയ കുട്ടികൾ ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും ഉത്തരം തരൂല, അങ്ങനെ ഉത്തരം തന്നാൽ അള്ളാഹ്ക്ക് അതൊരു കുറച്ചിലല്ലേ എന്നാണ് മറുപടി. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം? അബ്ദുള്ള ബാസിലൊക്കെ കുറച്ച് നേരത്തെ ഭയങ്കര ഹറിബറി ആയിട്ടും കുറച്ച് പ്രശ്നമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് ഇവരുടെ യഥാർത്ഥത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള പ്രബോധനം കൊണ്ടും ഈ ദുരന്തമുഖത്ത് മനുഷ്യർ
അവരുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഇത്തരം ആശങ്കകൾ കൊണ്ടും നിരാശകൾ കൊണ്ടും ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അബ്ദുൽ അബ്ബാസിൽ സമ്മതിക്കാൻ. അതാണ് ഇപ്പൊ നമ്മളോടൊക്കെ ഉള്ള പ്രശ്നത്തിന്റെ കാരണം. ഇങ്ങനെ ദൈവത്തിൽ സകലതും സമർപ്പിച്ച് അതിൽ അഭയം പ്രാപിച്ചു കഴിയുന്ന എല്ലാം നഷ്ടപ്പെട്ട ദുർബല മനസ്സുള്ള ചില ആളുകൾ ചിലപ്പോ ഇത് കേൾക്കുന്നത് കൊണ്ട് അവരുടെ വിശ്വാസം അത് ചെറിയൊരു ആശങ്കയിലായേക്കാം. അതുകൊണ്ട് അവർക്ക് കുറച്ച് നിരാശകൾ കിട്ടിയേക്കാം. ആ നിരാശ കൊണ്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ആ നിരാശ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കാനുള്ളത്? ദൈവമുണ്ടോ ദൈവമില്ലോ, പ്രാർത്ഥന കേൾക്കോ പ്രാർത്ഥന സ്വീകരിക്കോ, ആ ചർച്ചയല്ല കേട്ടോ അവിടെ പറയുന്നത്. ആ ചർച്ചയിൽ ഇനി വലിയ കാര്യമല്ല. ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതും ദൈവം പ്രാർത്ഥന കേൾക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ തീരുമാനമായി. നോക്കൂ, ഇദ്ദേഹത്തിന്റെ വിഷമം നിങ്ങൾ ആലോചിക്കൂ. ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ എന്നാണ് പറയണത്. എന്ത്? ഇത്തരം ദുരന്ത മുഖത്ത് ആളുകൾ ചിലപ്പോൾ ദുർബല മനസ്കരായിട്ടുള്ള ചില ആളുകൾ, ഇസ്ലാമിന്റെ വിശ്വാസം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത നിഷ്കളങ്കരായ മനുഷ്യർ നിരാശയിലും ആശങ്കയിലും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ചിലപ്പോൾ എത്തിയേക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ട് ആൾക്കാർ ഈമാൻ ഇളക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് കൂട്ടരെ എന്നാണ് ഇയാളുടെ ചോദ്യം. സഹതാപം നിങ്ങളോട് കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം മനുഷ്യർക്ക് ഇഹലോകത്ത് ഭൗതിക ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാന്തിയോ സമാധാനമോ നൽകാൻ പര്യാപ്തമായ ഒരു ദൈവവിശ്വാസ സങ്കല്പമേ അല്ല. അത് കേവലമായ ഭയവും മരണഭയവും ആശങ്കയും ദുരിതവും പ്രശ്നങ്ങളും അതിലങ്ങനെ മുന്നോട്ട് പോകാൻ മാത്രം പറ്റുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന ഭയാനകമായ ഒരു പ്രത്യയശാസ്ത്രം. മതത്തിനകത്ത് വിശ്വസിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ബാക്കി എലമെന്റിനെ കുറിച്ചേ അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് ആത്മീയമായ അകക്കാമ്പില്ല. ഇത് മനുഷ്യന്റെ വേദനകളെ വ്യഥകളെ അതിനെ ഹീൽ ചെയ്യാനുള്ള ഒരു സൂത്രപ്പണിയുമില്ല. മരിച്ചു ചെന്നാലൊക്കെ ശരിയാക്കും എന്ന് പറയുന്ന വെറും വീമ്പ് പറച്ചിൽ മാത്രമാണ്. ഭൗതികമായ ഒരു പരിഹാരവും നിർദ്ദേശിക്കാൻ ഇസ്ലാമിന് ഇല്ല. അതാണ് പ്രശ്നം. പലപ്പോഴും വിശ്വാസികൾ എല്ലായിടങ്ങളിലും മതം കുത്തിക്കയറ്റുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാനുള്ളത് ആരാണ്? ഇത് ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇതിന്റെ. ആരാണ് യഥാർത്ഥത്തിൽ അനാവശ്യമായ ഇടങ്ങളിൽ മതം കുത്തിക്കയറ്റുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എന്നുള്ളതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ്. ഇവിടെ ആരാണ് ആളുകളെ സമാധാനം കളയുന്നത്? ആരാണ് എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മതം ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഭിന്നത ഉണ്ടാക്കുന്നത്? അവരിൽ ഒരു ഇപ്പോൾ അനിവാര്യമല്ലാത്തൊരു പ്രത്യേക ചർച്ച തുടങ്ങിയിടുന്ന ആരാണ്? നിങ്ങളല്ലേ. ആളുകൾ മനസ്സമാധാനം കളയുന്നത്, അവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ. നിങ്ങൾ ഇങ്ങനെ പേ ഫോർ വയനാട് എന്നൊക്കെ നിങ്ങൾ പ്രേന്നൊക്കെ ഉള്ളത് വെട്ടിയിട്ട് പറയുമ്പോൾ വിശ്വാസികളൊന്നും എന്താ പറയാ സംഭാവനകൾ ചെയ്യുന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നൊരു ധ്വനിയാണ് പോകുന്നത്. നിങ്ങളല്ലേ. എല്ലാത്തിലും മതം കുത്തി നടക്കുന്നത് ആരാ? മതമില്ലാത്തവരാണ്. മതത്തെ വിമർശിക്കുന്നവരാണ് എല്ലാത്തിലും മതം കുത്തി നടക്കുന്നത് എന്നാണ്. ഇത്ര നേരം നിങ്ങൾ കണ്ടത് ക്ലാസിക് എക്സാമ്പിൾ അല്ല, ക്ലാസിക് എക്സാമ്പിൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഇത്ര നേരം നിങ്ങൾ കണ്ടതൊക്കെ ചെറിയ ചെറിയ ചില സാമ്പിളുകൾ മാത്രമാണ്. ദുരന്തങ്ങൾ, അള്ളാഹു എന്ന മഹാദുരന്തത്തിന്റെ യഥാർത്ഥ പ്രചാരകർ പുറകെ വരും. മുന്തിയ മൂല്യമരിഞ്ഞ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി അത് നമുക്ക് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. ആരാണ് മതം കുത്തി നടക്കുന്നത്? അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട്, അതായത് വിശ്വാസികൾക്ക് പ്രാർത്ഥന മാത്രമുള്ളൂ, പ്രവർത്തനമില്ലാന്നും വിശ്വാസികളുടെ നേരെ നമ്മളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നും ആരാണ് മതം കുത്തി നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അടുത്ത വായിൽ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ പിന്നെ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ട് നമ്മൾ നേരത്തെ കേട്ടില്ലേ, അബ്ദുൽ അബ്ബാസിലും അദ്ദേഹത്തിന്റെ സഹോദരനും പറഞ്ഞ വാദം അതേ സാധനമാണ് ഞാൻ പറയാം. മുസ്ലിങ്ങൾ മാത്രം പിരിവ് നടത്തുന്നു, മദ്രസകളും പള്ളികളും വിട്ടുകൊടുക്കുന്നു, മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം. മുസ്ലിങ്ങൾ അല്ലാത്തവർക്കൊന്നും ധാർമ്മികതയില്ല, അവർക്ക് ധർമ്മനിഷ്ഠയില്ല, നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നൂടെ എന്നാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അതുകൂടി കേൾക്കാം. ആരാണ് ഏറ്റവും കൂടുതൽ തുക ശേഖരിക്കുന്നത്? അത് വിശ്വാസികളാണ്. അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും തുക ശേഖരണത്തിലും ഒക്കെ അവർ തന്നെയാണ് മുന്നിൽ. ഇന്ന് പല ആരാധനാലയങ്ങളും ആശുപത്രി ധർമ്മോ മൂല്യമൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് നന്മകളൊന്നും വരണ്ട, പ്രശ്നമല്ല. നിങ്ങൾ ഈ ഉള്ള നന്മകളെ നിരുത്സാഹപ്പെടുത്തായിരുന്നാൽ മതി. അല്ലെങ്കിൽ സമൂഹത്തിൽ ഐക്യമുണ്ടാകുന്ന വേളകളിൽ അവിടെ ഭിന്നതയും പ്രശ്നങ്ങളും വിദ്വേഷവും ഉണ്ടാക്കായിരുന്നാൽ മതി. നമ്മുടെ വലിയൊരു ദുരന്ത മുഖത്തല്ലേ, അതൊന്നും ഓർക്കുക അറ്റ്ലീസ്റ്റ്. ഇത് ക്യാമറ നോക്കിയിട്ടല്ല, കണ്ണാടി നോക്കിയിട്ടാണ് പറയേണ്ടത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ വാചകം ക്യാമറ നോക്കിയിട്ടല്ല, അത് കണ്ണാടി നോക്കി പറയണം എന്നാണ് പറയാനുള്ളത്. ഇനി ആരാണ് ഈ മതം കുത്തി നടക്കുന്നത്, ദുരന്ത മുഖത്ത് മതം ചെകഞ്ഞ് നടക്കുന്നത്? ആരാണ് മതം കൊണ്ട് ഇത്തരം ദുരന്ത ഭൂമിയിൽ കറങ്ങി നടക്കുന്നത്? നമുക്കതൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമത് പറഞ്ഞ ആ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകൾ സത്യവിശ്വാസികളാണെങ്കിൽ അവർ വിജയിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുവാനൊന്നുമില്ല. ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും വലുത് നമുക്ക് പടച്ചറബിന്റെ സ്നേഹവും പൊരുത്തവും കിട്ടി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ആത്യന്തിക വിജയം ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോ അയാൾ വിജയിച്ചു എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ജീവൻ വെടിഞ്ഞ് പോകുന്ന ഒരവസ്ഥയല്ല, സ്വാഭാവികമായ ഒരു മരണമല്ല.
ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവൻ ബലികഴിച്ച ഒരു വ്യക്തിയുടെ പദവിയായിരിക്കും അവർക്കുണ്ടാവുക. ഇത് നമ്മൾ നേരത്തെ കേട്ടു. ആരാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ തങ്ങളുടെ മതവും വിശ്വാസവും തേമ്പി തേച്ച് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വെമ്പൽ കൊണ്ട് നടക്കുന്നത്, അതിനുവേണ്ടി പണിയെടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോ അല്ലേ, ഈ വിസ്ഡം ഗ്രൂപ്പുകാർ പറഞ്ഞ ആ ഒരു വാക്കാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ബാസിൽ പറഞ്ഞ ഒരു സംഭവമാണോ, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേ എന്ന് നിങ്ങൾ തോന്നും. ഞാൻ ഈ മിണ്ടാതിരിക്കാം. നിങ്ങൾ സൈഡിൽ എന്റെ ശ്രദ്ധയിൽ വന്ന കുറച്ച് വീഡിയോ തംബ്നെയിലുകളാണ് നിങ്ങൾ കാണുക. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തം അള്ളാഹു ഉണ്ടാക്കുന്നതിന്റെ യുക്തി വിശദീകരിക്കുകയും അത് അള്ളാഹുവിന്റെ പരീക്ഷണമോ ശിക്ഷയോ ആണ് എന്ന് വിശദീകരിക്കുകയും അതിൽ സബൂറാക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം നൽകുകയും ഈ ദുരന്തത്തെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വയലുകളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ചില വീഡിയോകളുടെ അവരുടെ തംബ്നെയിലുകളാണ് നിങ്ങൾ ഇനി എൻ്റെ സ്ക്രീനിന്റെ ഒരു വശത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഇതിന് പല വീഡിയോകളും പഴയ വീഡിയോകൾ, പണ്ട് പല ദുരന്തങ്ങളുടെ സമയത്തും പറഞ്ഞ വയലുകൾ അത് കട്ടുമുറിച്ച്, പുതിയ വയൽ പറയാനൊന്നും സമയമില്ല, പുതിയ തംബ്നെയിലുകൾ ഉണ്ടാക്കി അവിടെ വയനാടിന്റെ പേരെഴുതി ചേർത്ത് ആ ദുരന്തത്തിന്റെ കാരണങ്ങൾ എന്ന രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് ഒരേ വയലിന്റെ 2-3 ഭാഗങ്ങൾ 2-3 വീഡിയോ ആയിട്ട് പ്രചരിപ്പിക്കുക എന്ന ഏർപ്പാട് ചെയ്യുന്നത് ആരാണ് എന്ന് നിങ്ങൾ കാണുക. കഴിഞ്ഞ ആഴ്ചത്തെ ജുമുഅ ഖുത്ബകളിൽ വലിയ ഭാഗത്തും വിഷയം ഇതായിരുന്നു. ഈ ദുരന്തങ്ങൾ നൽകുന്ന പാഠങ്ങൾ ഇതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇതിൽ എല്ലാ തരം ആളുകളുണ്ട്. സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, എല്ലാവരും ഇതിന്റെ പിന്നാലെ ഉണ്ട്. അതിൽ നമ്മളുടെ ഈ ഫോട്ടോ, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലെ തംബ്നെയിൽ കണ്ട 3-4 പേരുടെ വീഡിയോകളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എല്ലാവരുടെയും വീഡിയോകൾ ഉണ്ടല്ലോ, എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ വഹാബികളെ മാത്രം എടുത്തിട്ട് ഇങ്ങനെ അലക്കുന്നത് എന്ന് സംശയമുള്ള ചില ആളുകളുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഇസ്ലാമിന്റെ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് കേവലമായ അവരുടെ വിശ്വാസവും അത് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന അന്ധവിശ്വാസത്തിലും കുടുങ്ങിപ്പോയ സാധാരണക്കാരായിട്ടുള്ള കുറെ വിശ്വാസികളുണ്ട്, നിഷ്കളങ്കരായ കുറെ വിശ്വാസികൾ. അവർ മൗലവിമാർ വയൽ പറയുമ്പോൾ പേടിക്കുകയും കൂടുതൽ തഖ്വയുള്ളവരാകാൻ ശ്രമിക്കുകയും ഇത്തരം ദുരന്തമുഖത്ത് അവർ സ്വർഗം കിട്ടും എന്ന് ആഗ്രഹിക്കുകയും ഇത്തരം ദുരന്തങ്ങളിൽ ഷഹീദായാൽ സ്വർഗത്തിൽ പോകാലോ എന്ന് നിഷ്കളങ്കമായി ചിന്തിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട വിശ്വാസികളും അവരുടെ മൗലവിമാരും അതൊരു വകുപ്പാണ്, അത് ഇനം വേറെയാണ്. അത് നമ്മൾ തൽക്കാലം മാറ്റിവെക്കുന്നു. വഹാബികളെ മാത്രമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കുന്നു എന്നതിന്റെ കാരണം ഇരട്ടത്താപ്പിന്റെ ആശാന്മാരാണ് വഹാബികൾ. അസഹിഷ്ണുത ഏറ്റവും കൂടിയ ഇനം, മതത്തിന്റെ ഏറ്റവും തീവ്രമായ മുഖം മറച്ചു പിടിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിനിടയിൽ മതത്തിന്റെ മതവിശ്വാസത്തിന്റെ തീവ്രവാദത്തിന്റെ ചെറിയ വിത്തുകൾ ഒളിപ്പിച്ചു കൊണ്ടു നടക്കുകയും അത് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ മനസ്സുകളിൽ പാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിശ്വാസികളായ, ഞാൻ നേരത്തെ പറഞ്ഞ തരം വിശ്വാസത്തിന് അടിപ്പെട്ടു പോയ സാധാരണ മനുഷ്യരെ പോലും അതിതീവ്ര വിശ്വാസത്തിന്റെയും അസഹിഷ്ണുതയുടെയും വക്താക്കളാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ മതപ്രബോധനം എന്ന ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും കൊണ്ടു നടക്കുന്ന, നമ്മുടെ സാമൂഹികമായ ഒരു സാഹചര്യത്തിന് ഇവിടുത്തെ ഒരു സെക്യുലർ ഫാബ്രിക്കിന് കോട്ടം തട്ടാൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ വഹാബികളെ നമ്മൾ പ്രത്യേകമായിട്ട് പരിഗണിക്കും. അവർക്ക് നമ്മൾ പ്രത്യേക ഉപഹാരം നൽകും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇവരെ മാത്രം പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാരണം കൂടി, വേറൊരു കാരണം കൂടിയുണ്ട്. ആ കാരണം ഈ ദുരന്തങ്ങളിൽ അള്ളാഹുവിനുള്ള തഖ്വയും ഭയഭക്തിയും ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനുള്ള മറുമരുന്നും ഒക്കെ ആയിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങൾ പൊതിഞ്ഞ് ജീവിക്കാനാണ് ഒരു വിഭാഗം മനുഷ്യർ ശ്രമിക്കുന്നതെങ്കിൽ, ഇവിടെ ദഅവത്ത് ഉപജീവനമാക്കിയിട്ടുള്ള ആളുകൾ മതപ്രബോധനം ധനസമ്പാദനത്തിനുള്ള സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനുള്ള ബിസിനസ് നടത്തുന്നതിനുള്ള ഉപാധിയായിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് തിരിച്ചറിയുകയും അത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളായിട്ടുള്ള വഹാബികൾ ഈ ദുരന്തങ്ങളെ മതപരിവർത്തനത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന ഏറ്റവും അശ്ലീലമായ ശ്രമം നടത്തുന്നതിന്റെ കാഴ്ച കൂടി ഉള്ളത് കൊണ്ടാണ് വഹാബികളെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഉണ്ടായതുപോലെയുള്ള ദുരന്തം ഇസ്ലാമികേതര സമൂഹങ്ങൾ ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഓർക്കാനും ഇസ്ലാം എന്ന് പറയുന്ന സത്യവിശ്വാസത്തിലേക്ക് മടങ്ങേണ്ടുന്നതിന്റെ ആവശ്യകത അവരെ ഓർമ്മിപ്പിക്കാനുള്ള ദൈവത്തിങ്കൽ നിന്നുള്ള സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഇവരുടെ അള്ളാഹുവിന്റെ അന്ത്യശാസനമാണ് ഇത്തരം ദുരന്തങ്ങൾ എന്ന് വിളിച്ചു പറയാൻ ഉളുപ്പില്ലാത്ത വർഗമാണ് ഇവിടുത്തെ വഹാബികൾ. അവർ ചിലവരത് പൊതിഞ്ഞു പറയും, ചിലവർ അത് എന്താ പറയുക, ചില ഉപമകളിലൂടെ പറയാൻ ശ്രമിക്കും, ചില ജാഹിലുകൾ അത് പച്ചക്ക് പറയും. ഈ 3 തരം ആളുകളെയും നമ്മൾ കാണണം. അപ്പൊ കൊച്ചു ദാഴിനെയും അതിന്റെ ഒരു മോഡറേറ്റ് ദാഴിനെയും തീവ്ര ദാഴിയെയും നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോവാണ്. നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഈ 3 തരം ആളുകൾ എങ്ങനെയാണ് ഈ ദുരന്തത്തെ ന്യായീകരിക്കുന്നത് എന്നും ഈ ദുരന്തത്തിന്റെ കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ദഅവത്തിലേക്കുള്ള ഉപാധിയായിട്ട് എങ്ങനെയാണ് ഇവർ
പറയാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ 3 സ്റ്റെപ്പുകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതാണ് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം വരുന്നത് സാക്ഷാൽ അബ്ദുള്ള അബ്ബാസിലാണ്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മളിത് മതം കലർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച ആളുകളുടെ ചാനൽ ഞാൻ പരിശോധിച്ചപ്പോൾ ആ ദുരന്തം നടന്ന അന്ന് വൈകുന്നേരത്ത് അവർ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത് വെച്ചു എന്നാണ് പറയുന്നത്. അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ മുതൽ അങ്ങോട്ട് ഇവർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളുടെ വീഡിയോ തംബ്നെയിലുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് അൺമാസ്കിംഗ് എത്തീസം എന്ന പേരിൽ തുടങ്ങി ഇപ്പോൾ അൺമാസ്കിംഗ് അനോമലീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബ് ചാനലിൽ ഈ ദുരന്തവുമായി മുൻനിർത്തിയിട്ട് അവരുടെ മതം വെളുപ്പിക്കാൻ ചെയ്ത വീഡിയോകളുടെ തംബ്നെയിലുകളാണ് കേട്ടോ. ഇനി ഇവരുടെ വിസ്ഡം ഗ്രൂപ്പ്, മതവിമർശകരെ നേരിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡയലോഗ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഒക്കെ ഉപജ്ഞാതാക്കളായിട്ടുള്ള വിസ്ഡം ഗ്രൂപ്പ്, ഇവിടുത്തെ തീവ്ര സലഫി വിങ്ങിന്റെ ഒരു ശാഖയായിട്ടുള്ള വിസ്ഡം ഗ്രൂപ്പ്, അവരുടെ ചാനലിൽ ഞാൻ കയറി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, നമ്മൾ ഈ സമയത്ത് ദൈവത്തെ പരിഹസിക്കുന്നു, വിശ്വാസത്തെ കളിയാക്കുന്നു എന്നൊക്കെ നുണ പറയുന്നവർ അവരുടെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതൊക്കെ ശരിവെക്കുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ കാണും. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ കൂടിയാണ് വഹാബിസത്തെ അല്ലെങ്കിൽ വഹാബികളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കാനുള്ള കാരണം. അപ്പൊ ഇനി നമ്മൾ അതിന്റെ വിഷയത്തിലേക്ക് കിടക്കും. ഈ ലോകത്ത് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകും എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അത്തരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കൂടി, അതിന്റെ യുക്തി കൂടി വേദഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും, ഖുലിഖൽ ഇൻസാനു ളൈഫ, മനുഷ്യനെ നാം ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ ഒരുപാട് ദുർബലതകളുണ്ട്. നമ്മുടെ കാഴ്ചക്കും കേൾവിക്കും അതുപോലെ തന്നെ കഴിവുകൾക്കും എല്ലാം ഒരുപാട് ദുർബലതകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്. അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുക കൂടി തന്നെയാണ് ചെയ്യുക. അത് മാത്രമല്ല പടച്ചവന്റെ ഏകനായ സട്ടാവിന്റെ ആ ഒരു ഔന്നത്യം നമുക്ക് ബോധ്യപ്പെടും. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് ശക്തനും പ്രതാപവാനും. നമ്മുടെ ഒരു ദൗർബല്യം മനസ്സിലാക്കുക, അതുപോലെ തന്നെ പടച്ചവന്റെ ആ ഔന്നത്യം മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്? ദുരന്തങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അള്ള പണ്ടേ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ചില ഹോബികളുണ്ട്. നമ്മളിങ്ങനെ ഇടക്ക് ഭൂമിയെ എടുത്ത് തലകുത്തനാക്കി ഇടും. ചിലപ്പം വെറുതെ കിടന്നുറങ്ങുന്നവരുടെ തലയിലേക്ക് പർവ്വതങ്ങളെ ഇടിച്ചിടും, വെള്ളപ്പൊക്കം ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ആര്? അള്ള തന്നെ ഉണ്ടാക്കണത്. അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിരിക്കണെന്നാണ്. അതെന്തിനാ? അത് അള്ള ഖുർആൻ പറഞ്ഞിരിക്കണ്, മനുഷ്യരെ നാം ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ നിർമ്മാതാവ് വന്നിട്ട് പറയാണ്, ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഭയങ്കര മോശമാണ്, എന്താ അതിനെ കുറിച്ച് പറയാം എന്ന് മാത്രമല്ല, എന്തിനാണ് ഈ ദുർബലമായ മനുഷ്യനെ അള്ള സൃഷ്ടിച്ചത്? മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കുകയും ആ ദുർബലനായ മനുഷ്യൻ ദുർബലനാണ് എന്നറിഞ്ഞുകൊണ്ട് അവൻ ദുർബലനാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എല്ലാത്തിനും കഴിയുന്ന ഏറ്റവും ശക്തിമാനായ, ഏറ്റവും ബുദ്ധിമാനായ, എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാവുന്ന അള്ളാഹു ഉറങ്ങിക്കിടക്കുന്ന ഈ ദുർബലരായ മനുഷ്യ സമൂഹത്തിന് മുകളിലേക്ക് മലയിടിച്ചിടും. വല്ലാത്ത ജാതി അള്ള. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഇതിൽ കൂടുതൽ എങ്ങനെയാ പറഞ്ഞുതരാ? സാമാന്യ ബോധമുള്ള ആളുകളുടെ കിളി പറന്നു പോകും. ഈമാൻ എന്ന കിളികൾ, കൂട്ടിലടക്കപ്പെട്ട ഈമാനിന്റെ കിളികൾ പറന്നു പോകും. അബ്ദുള്ള അബ്ബാസിന്റെ ന്യായീകരണം കേട്ടാൽ അള്ളാഹ്ക്കറിയാം ദുർബലനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. അള്ളാഹ്ക്ക് പരീക്ഷിക്കാതെ തന്നെ ഇവർക്ക് ഇത് ശരിക്കുള്ള ഈമാനുണ്ടോ, കൽബിലാണോ നാക്കിലാണോ എന്ന് അറിയാം. അള്ളാഹുവിനറിയാം അള്ളാഹുവാണ് ഏറ്റവും ശക്തിമാൻ എന്ന്. എന്നിട്ട് ഈ ദുർബലനായ മനുഷ്യനെ അവൻ ദുർബലനാണ് എന്നും അവന്റെ അള്ളാഹു മഹാനാണ് എന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി മലയിടിച്ചിടുക. ഇത് സൈക്കോ എന്ന് പറഞ്ഞാൽ മതിയോ? സാഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയോ? ഈ ദൈവത്തെ എന്തുകൊണ്ടാണ് അള്ളാഹു എന്ന മഹാദുരന്തം എന്ന് ഞാൻ വീഡിയോ ടൈറ്റിൽ കൊടുത്തത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയുണ്ട് സാധനങ്ങൾ. ഇനി അടുത്തൊരു കാരണം കേട്ടോളി, അബ്ദുള്ള അബ്ബാസിന്റെ. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം എത്രത്തോളം ദുർബലരാണെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ടെക്നോളജിയെ കുറിച്ച്, സയൻസിനെ കുറിച്ചൊക്കെ ബോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും, എല്ലാറ്റിനും നമുക്ക് കാണാൻ സാധിക്കും, എന്തും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും, അതിലുള്ള ടെക്നോളജി ഉണ്ട് എന്നാണ്. അങ്ങനെ ആ ഒരു മിഥ്യാധാരണയിൽ ഇല്ലാത്ത ഒരു ഔന്നത്യത്തിൽ വിരാജിച്ചിരുന്ന നമ്മുടെ മനസ്സിലെ പടച്ചോൻ കാണിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു ദുരന്തം വന്നാൽ അതിനെ നേരിടാൻ പറ്റാത്ത രൂപത്തിൽ അത്ര ദുർബലനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ ദൗർബല്യം നമ്മൾ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതികളും അറിവും ഒന്നും പര്യാപ്തമല്ല എന്നും അതൊക്കെ നമ്മൾ വെറുതെ പൊങ്ങച്ചം പറയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. ആരാണ് സ്കൂട്ടർ ഇതൊക്കെ പൊങ്ങച്ചം പറയുന്നത്? മനുഷ്യന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മനുഷ്യന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർക്ക് പറ്റുന്നതിന്റെ പരമാവധി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന് മുൻകൂട്ടി കാണാനും അതിൽ കാഷ്വാലിറ്റി കുറക്കാനുമുള്ള പരിപാടികൾ മനുഷ്യർ ചെയ്യുന്നു. അതാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിച്ച് മനുഷ്യർ ആർജിക്കുന്നത്. നോക്കൂ, ഇതൊക്കെ ചെറുതാണ്, ഇതൊന്നും കാര്യമില്ല. നിങ്ങൾ എത്ര കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് പോയാലും അതൊന്നും അള്ളാന്റെ അടുത്ത് ഒന്നും അല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് പോലും. ഖുർആൻ ശാസ്ത്രം ആണ്. അക്ബർ സാഹിബ് ഏത് നിമിഷവും ചാടി വീഴും, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അബ്ദുള്ള അബ്ബാസിനെ അറിയാമല്ലോ, ഒരു മഴക്കാറ് കാണുമ്പോഴത്തേക്ക്, കാർമേഘം ഉരുണ്ടുകൂടുമ്പോഴത്തേക്ക് ഭയവിഹ്വലനായി പരക്കം പാഞ്ഞിരുന്ന മുഹമ്മദിന്റെ മതത്തിൽ മഴക്കാറ് കാണുമ്പോഴത്തേക്ക്
ഗ്രഹണം കാണുമ്പോഴത്തേക്ക് അതെന്താ ഏതാ എന്നറിയാതെ, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതാണോ എന്നറിയാതെ പേടിച്ചരണ്ട് പരക്കം പാഞ്ഞിരുന്ന ഒരു മനുഷ്യനായിരുന്നു മുഹമ്മദ് എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നത്. അത്തരം ഒരാളുടെ അനുയായി ഇപ്പൊ ഇരുന്നിട്ട് പറയാണ് മനുഷ്യരാർജിച്ച അറിവുകളൊന്നും പോരാ, അതൊന്നും നമുക്ക് അത്രയൊന്നും പര്യാപ്തമല്ല, അള്ളാഹിന്റെ കഴിവിന്റെ മുമ്പിൽ മനുഷ്യരാർജിച്ച കഴിവുകളൊക്കെ എത്ര നിസാരം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ദുരന്തം ഉണ്ടാക്കുന്നത് എന്നാണ്. ഇതും പോരാതെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുന്നത് എന്തിനാ? അള്ളാഹു ഇതിനേക്കാളൊക്കെ വലിയ ആളാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. എന്നിട്ട് ഇദ്ദേഹം ഖുർആൻ എന്നൊരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു പ്രവചനം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അക്ബർ സാഹിബ് ഏത് സമയവും ചാടി വീഴും, ശ്രദ്ധിക്കും. പക്ഷേ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത് എന്ന് ബോധ്യപ്പെടുന്നതിനപ്പുറത്ത് അത് ആ സമയത്ത് പോലും ദൈവത്തിനെ ചീത്ത പറയാൻ, ദൈവം എവിടെയെന്ന് പോയി ചോദിക്കാനാണ് മനുഷ്യനെ പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെയാണ് അവരുടെ മനസ്സ് പാകപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയല്ല പാകപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടാൽ ആരാണെങ്കിലും ചോദിച്ചു പോകും ഇതെന്ത് കോപ്പിലെ ദൈവമാണ് എന്ന്. കാരണം അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വരച്ചു വെക്കുന്നത്, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്, നിങ്ങളുടെ ദൈവത്തിന്റെ കുസൃതികൾ നിങ്ങൾ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആരായാലും ചോദിച്ചു പോകും. ഇനി ഇത്തരം ദുരന്തങ്ങളെ കുറിച്ചൊക്കെ ഖുർആനിലുള്ള പഴയ ഒരു പ്രവചനമാണ്, അതും കൂടി അദ്ദേഹം പറയട്ടെ. ഈ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ജീവിതം. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ആവർത്തിച്ച് തന്നെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങൾ മനുഷ്യനുണ്ടാകും. അതായത് മറത്തൻ ഔ മറത്തയിൽ അവർ ഓരോ കൊല്ലവും 1 or 2 തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും നമ്മൾ ഇങ്ങനെയുള്ള പ്രളയവും അതുപോലെ തന്നെ ദുരിതങ്ങളും ഉരുൾപൊട്ടലുകളും എല്ലാം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കൊല്ലവും 1 or 2 തവണ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ കാണുന്നില്ലേ? എന്നിട്ട് അവർ പറയണേ, എന്നിട്ടും അവർ ഖേദിച്ച് മനസ്സിലാക്കുന്നില്ല, ഖേദിച്ച് മടങ്ങുന്നില്ല, ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം ചുളുവിന് ഒരു ഖുർആൻ വചനം കിടന്നു വെച്ചിട്ട് പറയാണ്, എല്ലാ വർഷവും 1 or 2 തവണ നാം അവരെ പരീക്ഷിക്കുന്നു, എന്നിട്ടും അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല, തൗബ ചെയ്യുന്നില്ല, ഖേദിച്ച് മടങ്ങുന്നില്ല എന്നാണ്. ഏതാ ഖുർആൻ വചനം? 9-ാം അധ്യായം എന്ന് പറഞ്ഞാൽ സൂറത്തു തൗബയിലെ 126-ാമത്തെ വചനം. അതെടുത്തുകൊണ്ട് വന്നിട്ട് അബ്ദുള്ള അബ്ബാസില് പറയാണ്, വർഷാവർഷം 1 or 2 പരീക്ഷണങ്ങളും ദുരന്തങ്ങളും അവരുടെ മുകളിൽ നമ്മൾ ചെയ്തു കൊടുത്തില്ലേന്ന്. എന്തിനെ കുറിച്ചാ പറയുന്നത്? സൂറത്തു തൗബയിലെ 126-ന്റെ അമാനി മൗലവിന്റെ തഫ്സീർ മാത്രം പരിശോധിച്ചാൽ സംഗതി പിടികിട്ടും. എന്തുകൊണ്ടാണ് അബ്ദുള്ള അബ്ബാസിൽ ഖുർആൻ വചനം പറഞ്ഞപ്പോൾ അതിന്റെ റെഫറൻസ് പറയാതിരുന്നത് എന്ന് എനിക്ക് ഒട്ടും അത്ഭുതമില്ല. അതായത് മുഹമ്മദിന്റെ ഭാഗത്ത് നിന്നുള്ള അക്രമം, പ്രതിരോധം, പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് അവര് അനുഭവിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പരിമിതികൾ കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ദുരിതങ്ങൾ അവരുടെ മേലുണ്ടായിട്ടും അവരെന്തുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല, അവരെന്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല എന്ന് അള്ളാഹു മുശ്രിക്കുകളെ കുറിച്ച്, അവിശ്വാസികളെ കുറിച്ച്, അന്നത്തെ കാലത്ത് മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ചുറ്റും ജീവിച്ചിരുന്ന മനുഷ്യരിൽ വിശ്വസിക്കാത്തവരെ കുറിച്ച് ചോദിക്കുകയാണ്. പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താ? ഇസ്ലാമിലേക്ക് വരുന്നില്ലാത്തത് എന്താണ് എന്ന് അബ്ദുള്ള അബ്ബാസിന് അത് പറയാൻ മടി. ഖുർആനിന്റെ ശാസ്ത്ര പ്രവചനം അല്ലെങ്കിൽ പ്രകൃതിയെ കുറിച്ചുള്ള ഖുർആനിന്റെ വിശദീകരണം അതൊക്കെ കണ്ടപ്പോൾ അക്ബർ സാഹിബ് പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി വീണ്. ആ ദുരന്തങ്ങൾക്ക് കാരണമായ മറ്റ് പല മനുഷ്യരുടെ വർത്തനങ്ങളും ഉണ്ടാകാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആൻ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 41-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. അതെ, ഭൂമിയിലെ മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം ഭൂമിയിൽ അഥവാ കരയിലും കടലിലുമെല്ലാം വലിയ ഫസാദ്, വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതെ, മനുഷ്യകാരങ്ങളുടെ പ്രവർത്തനം വഴിയാണ് കുഴപ്പങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. നമ്മൾ ലോകത്ത് തന്നെ എടുത്തു നോക്കിയാൽ ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലൂടെ പരിശോധിച്ചാൽ പല പഠനങ്ങളും നമുക്ക് മനസ്സിലാക്കി തരിക മനുഷ്യരുടെ ദുരയാണ്, മനുഷ്യരുടെ അഹങ്കാരമാണ്, മനുഷ്യരുടെ അത്യാർത്തിയാണ് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്നാണ്. നോക്കൂ, 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദിന്റെ കാലഘട്ടത്തിലെ ഗോത്ര സംഘടനകളുടെയും സംഘർഷങ്ങളുടെയും മുഹമ്മദ് പറഞ്ഞ ഇസ്ലാമിലേക്ക് ആളുകൾ വരാതിരുന്നതിനെയും കുറിച്ച് ഖുർആനിൽ പരാമർശിച്ച ചില വചനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള കടന്നുകയറ്റം കൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ആവേശം, ഇത് ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ അല്ലെങ്കിൽ ഖുർആനിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കുറച്ച് ഖുർആൻ വചനങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഖുർആൻ വചനമാണിത്. 30-41 എന്നാണ് എന്റെ ഓർമ്മ. അപ്പോ ഈ ഖുർആൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് അക്ബർ സാഹിബ് പറയണത് എല്ലാ രോഗങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ മനുഷ്യർ, ഇദ്ദേഹം മാധവ് ഗാഡ്ഗിലിനെയൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട്. അതൊന്ന് കേട്ടു പോകാം. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഖുർആനിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ചർച്ച ചെയ്യാം. നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം വിചാരിക്കുക ആത്യന്തികമായി ഇത് പടച്ചവന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. പടച്ചവന്റെ വ്യവസ്ഥയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, പടച്ചവൻ നേരിട്ട് ഈ ദുരന്തം ഉണ്ടാക്കി എന്നല്ല, മറിച്ച് ഈ ദുരന്തത്തിന് കാരണമായ ഭൗതികമായ മറ്റു പലരുടെയും പ്രവർത്തനങ്ങൾ വഴിയായിരിക്കും ഈ കാരണം. പക്ഷേ അത് ആത്യന്തികമായി പടച്ചവന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ വ്യവസ്ഥയുടെ ഭാഗമാണ് വന്ന് ഭവിക്കുമ്പോഴും ആകെ എന്തോ പോലെ. അതായത്
ഇത് വാസ്തവത്തിൽ പടച്ചോന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. പടച്ചോനാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. പടച്ചോൻ പരീക്ഷിക്കാനാണ്, പടച്ചോൻ തിരിച്ചറിവുണ്ടാക്കാനാണ്, പടച്ചോൻ തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരം തരികയാണ്, പടച്ചോൻ മനുഷ്യരുടെ കൈകടത്തൽ കൊണ്ട്, മനുഷ്യരുടെ കുഴപ്പങ്ങൾ കൊണ്ട് അവരെ ശിക്ഷിക്കുന്നതാണ്, അവരുടെ ക്ഷമ പരീക്ഷിക്കുന്നതാണ്, അവരുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെയൊക്കെ തള്ളിയിട്ട് അക്ബർ സാഹിബിന് അങ്ങനെ പറയാൻ ഒരു മടി. അതുകൊണ്ട് ഇത് പടച്ചോന്റെ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ പടച്ചോൻ നേരിട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അതിന് പകരം പടച്ചോൻ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ പഴയ ഒരു സഹമന്ത്രിയുടെ പെട്രോളിയം വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓർമ്മ വന്നു. അതുകൊണ്ട് ഈ ഒരു അതായത് പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന വീട്ടിലാവുന്നില്ലല്ലോ, വില കുറയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അതുകൊണ്ട് ഇത് അള്ളയാണോ ഉണ്ടാക്കുന്ന വെച്ചാണ്, അള്ളാന്റെ വ്യവസ്ഥയാണോ വെച്ചാലാണ്. പക്ഷെ അത് അള്ള നേരിട്ടാണോ അല്ല. അപ്പൊ അള്ളയാണോ ദുരന്തം ഉണ്ടാക്കുന്നത്? അല്ല. അള്ളാഹുവിന്റെ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണോ? ആണ്. അള്ള തന്നെയാണ് ഇതിന്റെ പിന്നില്. പക്ഷെ അള്ള നേരിട്ടല്ല എന്നാണ് അക്ബർ സാഹിബിന്റെ വാദം. പിന്നെ എങ്ങനെയാണ് പടച്ചവൻ? അവൻ പരമകാരുണികനാണ്. അവന്റെ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പോ നമ്മൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ പടച്ചവന്റെ കാരുണ്യത്തിന്റെ പ്രകടനം അത് ആ കാരുണ്യം നമ്മിൽ വന്ന് ഭവിക്കുന്നത്, വ്യക്തിയിൽ വന്ന് ഭവിക്കുന്നത്, അല്ലെങ്കിൽ ചില സമൂഹങ്ങളിൽ വന്ന് ഭവിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ദുരിതമായി, പ്രയാസമായി അനുഭവപ്പെടാം. പക്ഷെ ആത്യന്തികമായി അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നിദർശനമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം എല്ലാവരുടെയും സംശയം അള്ളാഹു കാരുണ്യവാനല്ലേ, എന്നിട്ട് അള്ളാഹ് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ശരിക്കും അള്ളാഹുവിന്റെ കാരുണ്യം ആയിരിക്കാം ഒരു പക്ഷെ, നമുക്കത് മനസ്സിലാവാത്തായിരിക്കും. എല്ലാവരുടെയും കാരുണ്യം ചിലപ്പോൾ നമുക്ക്, അള്ളാഹിന്റെ കാരുണ്യം ചിലപ്പോൾ നമുക്ക് അതേപോലെ കാരുണ്യമായിട്ടല്ല മനസ്സിലാവുക. ചിലപ്പോൾ ഇതുപോലെയുള്ള ലാൻഡ് സ്ലൈഡുകളായിട്ടും സുനാമി ആയിട്ടും മഹാമാരികളായിട്ടാണ് അള്ളാഹിന്റെ കാരുണ്യം വരിക. അതുകൊണ്ട് അള്ളാഹിന്റെ കാരുണ്യത്തിനെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് അക്ബർ സാഹിബ് പറഞ്ഞത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവവിശ്വാസികളാണ്, പക്ഷേ ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ആളുകളുടെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ ഭയം നിറക്കുന്ന സൂത്രപ്പണിയാണ്. അബ്ദുള്ള അബ്ബാസിൽ പറയാണ്ട് പറഞ്ഞു, അക്ബർ സാഹിബ് ഒന്ന് പൊതിഞ്ഞു പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കത് മനസ്സിലാകും. ഇതൊക്കെ തരുന്ന സൂചനകൾ നിങ്ങൾ ഇസ്ലാമിലേക്ക് ഖേദിച്ച് മടങ്ങിക്കോളൂ എന്ന സൂചന തരികയാണ്. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ എന്നാണ് അക്ബർ സാഹിബ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പിന്നെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി തന്നെ വരേണ്ടി വരും. എനിക്ക് തലവേദന ഉണ്ടാകുന്നു, തലവേദന, വമ്പിച്ച തലവേദന. അപ്പോൾ ഞാൻ പറയുന്നു, എന്തൊരു കാരുണ്യമാണ് അള്ളാഹുവിൻ്റെത്, വല്ലാത്തൊരു തലവേദന, എന്തൊരു കാരുണ്യമാണ് പടച്ചവൻ പരമകാരുണ്യം എന്ന് പറയുന്നു. പക്ഷേ ഞാൻ തലവേദനയുമായി ഡോക്ടറെ അടുത്ത് പോകുന്നു. ഡോക്ടർ പറയുന്നു ന്യൂറോളജിസ്റ്റ് കാണിക്കണമെന്ന്. ന്യൂറോളജിസ്റ്റ് പറയുന്നു തലയിൽ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ട്യൂമറിന്റെ രോഗലക്ഷണമാണ് തങ്ങളുടെ തലവേദന, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചികിത്സിച്ചാൽ അത് മാറിക്കിട്ടും. അപ്പോൾ തലവേദന എന്തായി? ട്യൂമർ എന്ന എന്റെ തലയിൽ രൂപപ്പെട്ട ഈ ഒരു രോഗത്തെ എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച, അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് വന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ വ്യവസ്ഥയുടെ ഭാഗം ആണ് എന്ന് മനസ്സിലാക്കാത്രത്തോളം കാലം ഞാൻ ഈ തലവേദനയെ പഠിക്കും. പക്ഷേ ആ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാകുമ്പോൾ തലവേദന അനുഗ്രഹമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സംഗതി ഇത്രയേ ഉള്ളൂ. ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള മതം. അപ്പൊ ഇസ്ലാം സ്വീകരിക്കാതെ നമ്മളിങ്ങനെ അശ്രദ്ധരായിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ ചെറുങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് തരും, ചിലപ്പോൾ ഒരു സുനാമി തരും, അല്ലെങ്കിൽ ഒരു കോവിഡ് തരും, മഹാമാരി തരും. അത് അള്ളാഹുവിന്റെ കാരുണ്യമാകുന്നത് എപ്പോഴാണ്? ഇത്തരം ചില സൂചനകളിലൂടെ ഇസ്ലാം എന്ന് പറയുന്ന യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, ആശ്വാസത്തിലേക്ക് മടങ്ങാനുള്ള സൂചന തരികയും ഇസ്ലാമികേതര വിശ്വാസം, ഷിർക്ക്, കുഫർ എന്നിത്യാദി മഹാവ്യാധികൾ നമുക്കുണ്ട് എന്ന് അള്ളാഹു നമ്മൾക്ക് കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് ചില സൂചനകളായിട്ട് തരികയും ചെയ്യുന്നതിനെയാണ് ഈ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സൂചനകൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അതിനുവേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. കുഫർ എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അള്ളാഹു കാണിച്ചു തന്ന അടയാളങ്ങളായിട്ടുള്ള, രോഗലക്ഷണങ്ങളായിട്ടുള്ള ഈ ലാൻഡ് സ്ലൈഡുകളെയും മഹാദുരന്തങ്ങളെയും ഒക്കെ അള്ളാഹുവിന്റെ കാരുണ്യമായി മനസ്സിലാക്കുകയും യഥാർത്ഥ രക്ഷയിലേക്ക്, അതായത് ഇസ്ലാമിലേക്ക് മടങ്ങാൻ തയ്യാറാവുകയും വേണമെന്ന് തന്നെയാണ് അക്ബർ സാഹിബ് പറഞ്ഞത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായവർ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. ഇതാണ് അക്ബർ സാഹിബ് ഉദ്ദേശിച്ചത്. ബാസിൽ പൊതിഞ്ഞു പറഞ്ഞത്, അക്ബർ സാഹിബ് അല്ലെ ബാസിൽ പറയാതെ പറഞ്ഞ് അക്ബർ ഒന്ന് പൊതിഞ്ഞു പറഞ്ഞത്, ഉപമയിലൂടെ പറഞ്ഞത്, ഇതൊക്കെ ഈ മുസ്ലിം ആയിക്കോളി എന്നുള്ള അള്ളാഹുവിന്റെ ഒരു സൂചന മാത്രമാണ്. മഹാമാരി, ട്യൂമർ എന്നൊക്കെ പറഞ്ഞാൽ അത് കുഫറും ഷിർക്കുമാണ്. തലവേദന എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡാണ്. അതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമയാണ് എന്നാണ് സാഹിബ് പറയണത്. എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞതൊന്നും ശരിയല്ല, നിങ്ങൾ പറയും വിശ്വാസികൾ സമ്മതിച്ചു തരൂല, അക്ബർ സാഹിബ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കുഴച്ചൂന്ന് എവിടെയെന്ന് കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ മൈക്ക് ഏതാന്നൊക്കെ ചോദിച്ചിട്ട് വരും. അതുകൊണ്ട് പച്ചക്ക് പറയാൻ നമ്മളെ നാട്ടിലെ ആളുണ്ട്. അക്ബർ സാഹിബിന് ഇപ്പൊ പഴയ പോലെ പച്ചക്ക് അങ്ങ് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ല, ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. ഒന്നും ബേജാറാവണ്ട. അക്ബർ സാഹിബിനേക്കാളും പച്ചക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ ഒരു മടിയുമില്ലാത്ത, ഒരു ഉളുപ്പുമില്ലാത്ത മൂല്യന്മാര് നമുക്ക് വേറെയുണ്ട്. അതുകൊണ്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞു, അക്ബർ സാഹിബ് ഈ പറഞ്ഞത് ഇസ്ലാമിലേക്ക് വരൂ, മുസ്ലിം ആയിക്കോളൂ, കാഫിറായി മരിച്ചു പോണ്ട എന്നതിലേക്ക് അള്ള തരുന്ന സൂചനയാണിത് എന്ന്
അക്ബർ സാഹിബ് പറഞ്ഞത് അതേപോലെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി നമ്മൾ ലാസ്റ്റ് ചെസ് നമ്പർ സാക്ഷാൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വരികയാണ്. യഥാർത്ഥത്തിൽ രോഗങ്ങൾ, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, പരീക്ഷണങ്ങൾ ഇതൊക്കെ മനുഷ്യന് തിരിച്ചറിവ് നൽകാൻ വേണ്ടിയുള്ളതാണ്. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോഴാണ് ഇതിന്റെ ഒരു ഉത്തരം സമ്പൂർണ്ണമായി തീരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയും അവനെ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയുമാണ്. മാത്രമല്ല മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിന്റെ കണക്കുകൾ ബോധിപ്പിക്കണം. നല്ലത് പ്രവർത്തിച്ച് ജീവിച്ച ആളുകൾക്ക് സ്വർഗം, അതല്ലാത്ത നിലക്ക് ജീവിച്ച ആളുകൾക്ക് നരകവുമുണ്ട്, ശാശ്വതമായ നരകശിക്ഷ. അപ്പൊ ഇങ്ങനെ ഒരു ലോകം വരുന്നുണ്ട്. ആ ലോകം വരുന്നതിന് മുമ്പ് മനുഷ്യനെ തിരിച്ചറിവുള്ളവനാക്കി തീർക്കുകയും ആ ലോകത്തിനു വേണ്ടി ഒരുങ്ങുന്നവനാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് പലപ്പോഴും മനുഷ്യ ജീവിതത്തിലുള്ള ദൈവികമായ ഇത്തരം ഇടപെടലുകളിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശാശ്വതമായ നരകം ആർക്കാണുള്ളത്? കാഫിറുകൾക്ക്, അവിശ്വാസികൾക്ക്. അപ്പൊ മരണാനന്തരം വരാനിരിക്കുന്ന ശാശ്വതമായ നരകമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം ദുരന്തങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശാശ്വതമായ നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഇസ്ലാമിന് പുറത്തുള്ള മുസ്ലിങ്ങളല്ലാത്ത അവിശ്വാസികളായിട്ടുള്ള ആളുകളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. എനിക്കറിയാം, എങ്ങനെയൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പച്ചക്ക് പറഞ്ഞു തരണം, ഉസ്താദ് പറഞ്ഞുതരും, നിങ്ങൾ ക്ഷമിച്ചിരിക്കും. ഞങ്ങൾ വഹാബികൾക്ക് അങ്ങനെ ഒരു പേടിയില്ല, ഞങ്ങൾ പച്ചക്ക് പറയും. പിന്നെ ഒറിജിനൽ വഹാബികളല്ലാത്ത ആളുകളുണ്ട്, അതായത് ഇങ്ങനെ എന്താ പറയാ, മയത്തിൽ ഡിപ്ലോമാറ്റിക് വഹാബികളുണ്ട്. ഓരാണ് ഇങ്ങനെ വഴിക്കലിൽ വടികുത്തുന്നത്. മുജാഹിദ് ബാലുശ്ശേരിയും അതേപോലെ നമ്മുടെ സാക്ഷാൽ പിന്നെ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയൊക്കെ പച്ചക്കത് പറഞ്ഞുതരും. ഓർക്ക് അങ്ങനെ കൂസലൊന്നുമില്ല. അക്ബർ സാഹിബിനെ പോലെ പ്രശ്നമില്ല, തുറന്നു പറഞ്ഞുതരും. കേട്ടോളി, ഒന്നുകൂടി കേട്ടോളി. തിരിച്ചറിവ് നൽകൽ തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. പരിശുദ്ധ ഖുർആനിൽ 32-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ കാണാം, വലനുദീഖന്നഹും മിനൽ ആദാബിൽ അദ്നാ ദൂനൽ ആദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് നാം നിങ്ങൾ ആസ്വദിപ്പിക്കും, വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ്. എന്തിനാണത്? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ മടങ്ങാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് വലിയൊരു അപകടത്തിലേക്ക് തന്റെ മകൻ പോകുന്നു എന്നറിയുമ്പോൾ ചിലപ്പോൾ ഒരു പിതാവ് ആ കുട്ടിയെ ശിക്ഷിക്കുകയോ ശകാരിക്കുകയോ ചെയ്തേക്കാം. എന്തിനാണ് ആ അടിയടിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷിക്കുന്നത്? അത് നൽകിയിട്ടില്ലെങ്കിൽ അവൻ അതിനേക്കാൾ വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് ചാടും. അപ്പോൾ അതൊരു പിതാവിന്റെ കാരുണ്യ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ. അതൊരു കുട്ടിയെ ശിക്ഷിക്കുമ്പോൾ പിതാവ് ഉദ്ദേശിക്കുന്നത് അവൻ അതിനേക്കാൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അവന് തിരിച്ചറിവുണ്ടാവുകയും ചെയ്യണമെന്നാണ്. ഇത് നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഅല്ലഹും യർജിഊൻ, മനുഷ്യൻ ഒരു തിരിച്ചറിവുണ്ടാകുവാൻ വേണ്ടിയാണ് അവനെ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് നാം വിധേയമാക്കുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ മനുഷ്യന് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. കാരണം ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, ഒരു മതനിയമവും ഒരു ദൈവിക നിയമവും എനിക്ക് ബാധകമല്ല എന്നുള്ള നിലക്ക് വിധിവിലക്കുകളെ ലംഘിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ ജീവിതം അപകടമാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ പറയുന്നത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐ. എന്താണ് ഇത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇതൊക്കെ ചെറിയ ചെറിയ സൂചനകളാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഈ തുർജഊ, മടങ്ങാൻ വേണ്ടിയിട്ടാ. എന്തിൽ നിന്ന് മടങ്ങാൻ വേണ്ടിയിട്ടാ? കുഫറിൽ നിന്ന് മടങ്ങാൻ വേണ്ടിയിട്ട്. എങ്ങോട്ട് മടങ്ങണം? ഇസ്ലാമിലേക്ക് മടങ്ങണം. അപ്പൊ വരാനിരിക്കുന്ന വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അത് നിത്യനരകം എന്ന് പറയുന്ന ശിക്ഷ. നിത്യനരകം ആർക്കുള്ളതാണ്? കാഫിറിനുള്ളതാണ്, അവിശ്വാസിക്കുള്ളതാണ്. അപ്പൊ വരാനിരിക്കുന്ന നിത്യനരകം എന്ന മഹാശിക്ഷയിൽ നിന്ന്, വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂചനകൾ, ഓർമ്മപ്പെടുത്തലുകളായിട്ടാണ് ഇത്തരം ചെറിയ ശിക്ഷകൾ, ദുരന്തങ്ങൾ നമുക്ക് തരുന്നത്. ഏതുപോലെ മക്കളൊക്കെ അപകടത്തിലേക്ക് പോകുമെന്ന് നമുക്ക് തോന്നുമ്പോൾ വിളിച്ച് ശാസിക്കുകയും ചീത്ത പറയുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചെറിയ ശിക്ഷകളാണ് അള്ളാഹു ഇപ്പോൾ വയനാട്ടിൽ ഇറക്കിയതുപോലെയുള്ള ദുരന്തങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാ? ലിതുർജഊ, എങ്ങോട്ടാ? ഇസ്ലാമിലോട്ട്. പച്ചയായിട്ട് ഇത്തരം ദുരന്തങ്ങളെ ഇസ്ലാം സ്വീകരിക്കേണ്ടുന്നതിന്റെ ആവശ്യകത ഇതര മതസ്ഥരെയും മതരഹിതരെയും ഭയപ്പെടുത്താനും ഓർമ്മിപ്പിക്കാനും അള്ളാഹു ഇറക്കുന്ന ചെറിയ ശിക്ഷകളാണ് എന്നും കാരുണ്യങ്ങളാണ് എന്നും പറയാൻ ഉളുപ്പില്ലാത്ത ഒരേ ഒരു വർഗമേ ഇന്ന് ഭൂമി മലയാളത്തിൽ ഉള്ളൂ. അത് വഹാബികളാണ്. ദഅവത്ത് കച്ചവട മാർഗമാക്കി ഉപയോഗിക്കുന്നവരാണ്. തലയെണ്ണി ആളുകൾ ഇസ്ലാമിലേക്ക് പോകുന്നത് തങ്ങളുടെ ബിസിനസ് അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്ന ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമായ മഹാദുരന്തമാണ് അള്ളാഹു എന്ന് ഞാൻ പറയാനുള്ള കാരണവും ഇതാണ്. പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ പറയുന്നത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. കരയിലും കടലിലുമെല്ലാം കുഴപ്പങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. എന്താ കാരണം? മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക രോഗങ്ങളും പരിശോധിച്ച് നോക്കൂ, അതിന്റെ എല്ലാം പിന്നിൽ മനുഷ്യന്റെ മോശമായ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങൾ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാണ്, എന്നിട്ട് നിങ്ങൾ തിരിച്ചറിവുള്ളവരായി നിങ്ങൾ മടങ്ങാൻ വേണ്ടിയാണ്. ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. അപ്പൊ അള്ളാഹു ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത് ഭൂമിയിൽ മനുഷ്യർ ഫസാദ് ഉണ്ടാക്കിയതാ. ഭൂമിയിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഫസാദ് എന്താ? ഷിർക്കാണ്. ഷിർക്കുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഷിർക്കിൽ നിന്ന് മടങ്ങാനും തൗഹീദിലേക്ക് വരാനും അള്ളാഹു നൽകുന്ന ചില സൂചനകളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ് മഹാദുരന്തം എന്നാണ് ഇവരുടെ ന്യായം. ഇതുകൊണ്ടാണ് ഇത്തരം ആളുകളെ ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിലും
പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു മതവും ദൈവവും ഉണ്ടായിരിക്കെ ആ ദൈവത്തെയാണ് നമ്മൾ ഏറ്റവും വലിയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടത്. ഇത് എന്താ പറയുക, ഒരു ആഗോള പ്രതിഭാസമല്ല, ഒരു ആഗോള ദുരന്തമല്ല, ഇതൊരു പ്രാപഞ്ചിക ദുരന്തമാണ് അള്ളാഹു എന്ന് പറയുന്ന ദൈവം. അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. എന്ന് മാത്രമല്ല, വിസ്ഡം ഗ്രൂപ്പുകാർ അതിനിടയിൽ കൂടി അവരുടെ ഈ മറ്റു പരിപാടികൾ, ധനസമാഹരണ പരിപാടികൾ കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. എന്ന് മാത്രമല്ല, പല സംവിധാനങ്ങളിലും പണം കൊടുത്താൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൊതു സംവിധാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ ഈ ഫണ്ട് വിനിയോഗമൊക്കെ നടത്തുന്ന ഒരേ ഒരു സംഭവമേ ഉള്ളൂ എന്നാണ് വിസ്ഡം ഗ്രൂപ്പിന്റെ ഒരു പല നിലക്കുള്ള ധനസമാഹരണ സംരംഭങ്ങളും വരും. നമ്മൾ സ്വാഭാവികമായും ഈ കാഴ്ചകളുടെ ഒരു വൈകാരികതയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ലിങ്കുകളിലേക്ക് ക്യാഷ് അയക്കുക എന്നുള്ള ഒരു പ്രവണത സ്വാഭാവികമാണ്, മാനുഷികമാണ്. വളരെ കൃത്യമായി നമുക്ക് അയക്കുന്ന ക്യാഷിന് റെസിപ്റ്റ് തരുന്ന, ഫണ്ട് വളരെ കൃത്യമായി വ്യക്തമായി കൈകാര്യം ചെയ്തെന്ന് ബോധ്യമുള്ള സംവിധാനങ്ങളിലേക്ക് മാത്രം നമ്മൾ ക്യാഷ് നൽകണം. എനിക്ക് വളരെ വിശ്വാസപൂർവ്വം പറയാൻ കഴിയും, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനത്തെ ഒരു ഫണ്ട് കളക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് സഹകരിക്കാം. കൃത്യമായ റെസിപ്റ്റ് നിങ്ങൾ ഓരോ വ്യക്തിക്കും കിട്ടുന്ന രീതിയിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ല, ആരും കൊടുക്കല്ലേ എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇവരുടെ ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ടുള്ള പ്രസന്റേഷൻ അല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞതാണ്. അതിന്റെ കൂടെ ഇവര്, അതായത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഇവരെ പോലെയുള്ള ആളുകൾ, പല പല സംഘടനകൾ അവരവരുടേതായിട്ടുള്ള റിലീഫ് ഫണ്ടുകൾ, ധനശേഖരണമൊക്കെ നടത്തുകയും അതോടൊപ്പം മറ്റു പലയിടത്തും കൊടുത്താൽ അത് കറക്റ്റായിട്ട് ആളുകൾക്ക്, ശരിയായ ഗുണഭോക്താക്കൾക്ക് കിട്ടില്ല എന്ന പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിനോട് ചേർത്ത് വേണം നമ്മുടെ പൊതു സംവിധാനങ്ങളെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയും ഒക്കെയുള്ള വ്യാജ പ്രചാരണങ്ങളെ ചേർത്ത് വായിക്കാൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ പ്രാപഞ്ചിക മഹാദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ്.